ഇപ്പോൾ ഹരീഷിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ രണ്ടുപേർക്കും മറുപടി പറയാൻ പറ്റുന്ന രീതിയിലുള്ള നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കുറേ ജംഗ്ഷനുകൾ ഇങ്ങനെ അടയാളപ്പെടുത്തി വരുമ്പോൾ പോയിൻ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടിയൊരു കാര്യം, ഹരീഷിൻ്റെ വിവാദമൂല്യം ഏറി നിൽക്കുന്ന മീശയ്ക്ക് JCB പുരസ്കാരം ലഭിക്കുമ്പോഴാണത് അതിനൊരു സാഹിത്യമൂല്യം ഉണ്ടെന്നൊക്കെ മലയാളികൾ വേറെ രീതിയിലൊക്കെ തിരിച്ചറിയുന്നതും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതും ആ വിവർത്തനം കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ മലയാളത്തിൽ വന്ന ഫസ്റ്റ് എഡിഷൻ്റെ ആമുഖത്തിൽ ഹരീഷ് പറയുന്നുണ്ട്, ഇതിൽ വളരെ ദുഃഖമുള്ളൊരു കാര്യം, K. ഷെരീഫിൻ്റെ വരകൾ അത് പൂർത്തിയായിട്ടില്ല, അത് പൂർത്തിയാവുക വായനക്കാരുടെ മനസ്സിലായിരിക്കും എന്ന് ഹരീഷ് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ആമുഖത്തിൽ പറയുന്നു. മാത്രമല്ല ഈ ഇങ്ങനെയുടെ മറ്റ് നോട്ടങ്ങൾ കാര്യങ്ങൾ ഇപ്പോൾ NS മാധവനായിട്ടുള്ളൊരു സെഷൻ കൈകാര്യം ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട്, NS മാധവൻ്റെ കലാകൗമുദിയിൽ ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ സീരിയലൈസ് ചെയ്തു വരുന്ന സമയത്തുള്ള ഈ ബോണി തോമസിൻ്റെ വരകളെക്കുറിച്ചും ഉള്ളൊരു സൂചന ഹരീഷ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ വര എന്ന് പറയുന്ന സാധനം വാക്കിന് മുന്നേ നിൽക്കുന്ന, അതായത് ഒരു ഉപാധിയില്ലാതെ നമ്മുടെ കൺമുമ്പിൽ അങ്ങ് പ്രത്യക്ഷപ്പെടുന്ന ഈ വരകൾ, ഇല്ലുസ്ട്രേഷൻസ് എന്ന് പൊതുവെ തരം താഴ്ത്തി പറയുന്ന ഈ കാര്യങ്ങൾ ഹരീഷിനെ സംബന്ധിച്ച് എന്താണ്, ഹരീഷിൻ്റെ ഒരു വായന ലോകം, എഴുത്ത് ലോകത്തിനെ സംബന്ധിച്ച് ഇല്ലുസ്ട്രേഷൻസിൻ്റെ ഒരു പ്രാധാന്യം, വരകളുടെ പ്രാധാന്യം എന്താണെന്നൊന്ന് ചുരുക്കി പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. മാത്രമല്ല മാത്യൂസിനോട് ഇതിനോട് അനുബന്ധിച്ച് ചോദിക്കാനുള്ളൊരു കാര്യം, മാത്യൂസിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ തോന്നിയിട്ടുള്ള കാര്യം, ഈ ഒരു വട്ടം പറയുന്നുണ്ട്, ഈ ഇരുട്ടാണ് എനിക്ക് കുറേ കൂടി താല്പര്യം, കാരണം ഇരുട്ട് എല്ലാത്തിനെയും വെളിപ്പെടുത്തില്ല, വെളിച്ചം എല്ലാത്തിനെയും വെളിപ്പെടുത്തുന്നൊരു സാധനമാണ്. സോ എല്ലാം വെളിപ്പെടുന്നൊരു കല എന്നെ സംബന്ധിച്ച് അത്ര നല്ല കലയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇരുട്ട് വെളിച്ചം ലൈറ്റ് ഷാഡോ എന്നൊക്കെ പറയുന്ന ആ ഒരു വർണ്ണബോധം, അല്ലെങ്കിൽ അത് സിനിമാറ്റിക് ആയിട്ടൊക്കെ ഉള്ളൊരു ഇമേജിൽ നിന്ന് അത് വരുന്നുണ്ടാവുക ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല ഈ കോട്ടയം പുഷ്പനാഥിനെ വായിച്ച് പിന്നെ നേരെ ദസ്തയേവ്സ്കിക്കുള്ളൊരു കോണ്ടം ജമ്പിനെ കുറിച്ചും വായനയിൽ സംഭവിച്ചിട്ടുള്ളൊരു കോണ്ടം ജമ്പിനെ കുറിച്ചും ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ. അപ്പോൾ ആ ജമ്പിൽ പ്രധാനപ്പെട്ടൊരു നാഴികക്കല്ലായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് G. അരവിന്ദൻ്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന് പറയുന്ന കാർട്ടൂൺ പരമ്പരയാണ്. അപ്പോൾ ഈ കാർട്ടൂൺ പരമ്പരയുടെ ഉള്ളടക്കത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറയുന്നത് തൊഴിലില്ലായ്മയെ കുറിച്ചാണ് ഇത് പ്രധാനമായിട്ടും പറയുന്നത്. എന്നാൽ പോലും ഈ വരകളുടെ ഒരു സാന്നിധ്യം അവിടെയുണ്ട്. ഈ ലൈറ്റ് ആൻഡ് ഷാഡോ കാർട്ടൂൺ സീരീസിൽ ആ പ്രായത്തിൽ തന്നെ നോക്കാം. കോട്ടയം പുഷ്പനാഥിന് ശേഷം ദസ്തയേവ്സ്കിക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു ഇടനിലയായിട്ട് G. അരവിന്ദൻ്റെ ഒരു വായന വരാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ഇല്ലുസ്ട്രേഷനുകൾ മാത്രമല്ല, ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ മലയാളിക്ക് കൂടുതൽ എല്ലാത്തിൻ്റെ കഥ അറിയാനാണ് താല്പര്യം എന്ന് പറയുന്നുണ്ട്. ഒരു പെയിൻറ്റിങ് കണ്ടാൽ, ഇപ്പോൾ A. രാമചന്ദ്രൻ്റെ പെയിൻറ്റിങ് കാണുന്നു, അല്ലെങ്കിൽ KCS പണിക്കരുടെ പെയിൻറ്റിങ് കാണുന്നു, ഇതിൻ്റെ പെയിൻറ്റിങ് കാണുമ്പോൾ ഇതിൻ്റെ കഥ എന്താണ് എന്നാണ് മലയാളി ചോദിക്കുന്നത്. മറിച്ച് ആ പെയിൻറ്റിങ് ആയിട്ട് അതിനെ ആസ്വദിക്കാൻ പറ്റാത്തൊരു സെൻസിബിലിറ്റിയുടെ കുറവ് മലയാളിക്ക് പൊതുവെ ഉണ്ട് എന്നുള്ളൊരു നിരീക്ഷണം താങ്കൾ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഹരീഷിൽ നിന്ന് ആരംഭിക്കാമെന്ന് ഞാൻ കരുതുന്നത്, നിങ്ങളെ സംബന്ധിച്ച് ഇല്ലുസ്ട്രേഷനുകൾ, വരപ്പുകൾ, ഇത്തരത്തിലുള്ള സംഗതികൾ നിങ്ങളെ സംബന്ധിച്ച് എന്താണ് അതിൻ്റെ ഒരു പ്രാധാന്യം? ആദ്യം എന്നെ ഇവിടെ വിളിച്ചതിന്, പ്രത്യേകിച്ച് മാത്യൂസ് സാറിൻ്റെ കൂടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം തന്നതിനുള്ള നന്ദി പറയുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി മാത്യൂസ് സാറിനുമായിട്ട് ഒന്നിച്ചാണ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ ചിത്രകലയെക്കുറിച്ച് ഇങ്ങനെ ഒരു സംസാരം ഞങ്ങൾക്കിടയിൽ സാന്ദർഭികമായിട്ടുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ മലയാളികൾക്ക് ഏറ്റവും മോശം ചിത്രകലാഭിരുചിയുള്ളൊരു വിഭാഗമായിട്ട് മലയാളികൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിലാണ് പെയിൻറ്റർമാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളൊരു സ്ഥലമുള്ളത്. കാരണം അതിനൊരു കലയായിട്ട് പോലും ഇവിടെ ആളുകൾ പലരും കാണുന്നില്ല. ഒരാൾ പെയിൻറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ ഭിത്തിക്ക് പെയിൻ്റ് അടിക്കുന്ന പരിപാടിയോ മറ്റോ ആണെന്നാണ് ആൾക്കാർ ധരിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ഒരു ചിത്രകലയെക്കുറിച്ചുള്ള സങ്കല്പം. ഞങ്ങളതിനിടയ്ക്ക് രസകരമായിട്ട് പറഞ്ഞൊരു കാര്യം, ഇവിടെ എനിക്ക് ധാരാളം പെയിൻറ്റർമാരെ അറിയാം, നന്നായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ആളുകളെ അറിയാം, സുഹൃത്തുക്കളായിട്ടുണ്ട്. കേരളത്തിലെ പെയിൻറ്റർമാർ ചിത്രകല ചെയ്യുന്ന എല്ലാവരും തന്നെ നന്നായിട്ട് വായിക്കുന്നവരാണ്. നല്ല സാഹിത്യം, നല്ല നോവൽ, നല്ല കഥ, കവിതയെല്ലാം വായിക്കുന്നവരാണ്. അവരുടെ കൃത്യമായ അഭിപ്രായം നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ അതേസമയം എഴുത്തുകാർ 99% ചിത്രകലയെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്തവരാണ്. നല്ല പെയിൻറ്റിങ് ആസ്വദിക്കുന്ന എഴുത്തുകാരെ ഞാൻ വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. മലയാളി എഴുത്തുകാർ വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാന മലയാളി സമൂഹത്തിൻ്റെ ഒരു പൊതുപ്രശ്നം നമ്മുടെ എഴുത്തുകാരെയും ചിത്രകലയുടെ കാര്യത്തിൽ ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തിപരമായിട്ട് ഞാൻ ചിത്രകല ആസ്വദിക്കാൻ ശ്രമിക്കാറുള്ള ഒരാളാണ്. മുമ്പേ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല പെയിൻറ്റിങ് കണ്ടാൽ ആളുകൾ പൊതുവെ ഇതിൻ്റെ കഥ ചോദിക്കുന്നവരാണ്. കുറേ കാലം മുമ്പ് കോട്ടയത്ത് അവിടെ ഒരു ലളിതകല അക്കാദമിയുടെ ഓരോ ഹാളിലൊരു ചിത്രപ്രദർശനം നടക്കുകയാണ്. ബിനോയ് PJ എന്ന് പറയുന്ന കഥയും ചിത്രവും വരയ്ക്കുന്ന അദ്ദേഹം കഥ എഴുതിയിരുന്നു പണ്ട്. പുള്ളി നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളാണ്. അദ്ദേഹത്തിനൊരു പെയിൻറ്റിങ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ കാണാൻ പോയി. കണ്ടപ്പോൾ ആരുമില്ല കാണാൻ, ഞാൻ മാത്രമല്ല. അപ്പോൾ ഒരു പയ്യൻ കാണാൻ വരുന്നു. അവൻ കണ്ടിട്ട്
വളരെ ഒരു ചിത്രം കുറച്ച് അധികം നേരം നോക്കി നിൽക്കുന്നുണ്ട്. നോക്കി നിന്നിട്ട് ബിനോയിയെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചു. ഒരിക്കലും ഒരു പെയിൻറ്ററോട് അങ്ങനെ ചോദിക്കരുത്. കാരണം ഇത് അർത്ഥം അറിയേണ്ട ഒരു പരിപാടിയല്ല പെയിൻറ്റിങ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു ദൃശ്യകലയാണ്, അത് കണ്ടാസ്വദിക്കാനുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ അങ്ങനെ ഒരു ധാരണ മലയാളിക്കില്ല. മലയാളിക്ക് തീർച്ചയായിട്ടും ചിത്രകലയെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാകേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഞാനത് ആസ്വദിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. പൂർണ്ണമായിട്ട് സാധിച്ചു എന്ന അഭിപ്രായമില്ല. അതുപോലെ വരകളിപ്പം ഷെറീഫിൻ്റെ വരയെക്കുറിച്ച് പറഞ്ഞു. പല കഥകളും നല്ല കഥകളും വരകളായിട്ട് ഓർത്തിരിക്കാറുണ്ട് ഞാൻ. ഉദാഹരണത്തിന് എൻ.എസ്. മാധവൻ്റെ ഹിഗ്വിറ്റ എന്ന് പറയുന്ന കഥ 90-ലാന്ന് തോന്നുന്നു മാതൃഭൂമിയാഴ്ചപ്പതിപ്പ് വരുന്നത്. അതിൻ്റെ വര ഞാനിപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. അതുപോലെ ബോണി തോമസിൻ്റെ എൻ.എസ്. മാധവൻ്റെ ലണ്ടൻ ബത്തേരിക്ക് വരച്ച മനോഹരമായ വരകൾ. അതിന് നമ്മുടെ ഗോവൻ പെയിൻറ്റർ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേരെന്താ, മരിയോ മിറാണ്ടയുടെ വരയുമായിട്ട് രസകരമായ സാദൃശ്യങ്ങളുള്ള വരയാണ്. അതുകൊണ്ട് പിൽക്കാലത്ത് മരിയോ മിറാണ്ടയുടെ വര കാണുമ്പോൾ ഞാൻ ബോണി തോമസിൻ്റെ വരയാണ് ഓർത്തത്. പക്ഷേ ബോണി തോമസ് തിരിച്ചാണ് സ്വാധീനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിന് വരച്ച വരകളുടെ രൂപത്തിൽ നോവലുകളും കഥകളും ഓർത്തിരിക്കുന്ന ശീലവുമുണ്ട് പേഴ്സണലി. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ആഡ് ചെയ്യാനുള്ളത്, അതായത് ഇപ്പോൾ ഷെരീഫിൻ്റെ മീശ വരപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഹരീഷിനെ കവിഞ്ഞു പോകുന്നൊരു ലെയർ വർണ്ണതലത്തിലും അതിൻ്റെ ടെംപ്ലേറ്റിലൊക്കെ കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഈ സഞ്ചിപ്പായൽ പോലുള്ള പായലുകളൊക്കെ ആവിഷ്കരിക്കുന്നതിൽ വളരെ നാച്ചുറലായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനൊക്കെ ഷെരീഫിനെ ആവിഷ്കരിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ ഒരു നോട്ടത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ഹരീഷിൻ്റെ നോവൽ 3 ലക്കം വന്ന് നിർത്തിപ്പോയി, പിന്നെ വിവാദം വന്ന് നിർത്തിപ്പോകുന്നു. ഈ 3 ലക്കങ്ങളിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതും പെയിൻറ്റിങ്ങുകൾ മാത്രമാണ് കൂടുതലും. പിന്നെ ഒരു ടെക്സ്റ്റായിട്ട് വരുമ്പോൾ ഇല്ലസ്ട്രേഷൻസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. ടെക്സ്റ്റായിട്ട് വരുമ്പോൾ സൈനുൽ ആബിദിൻ്റെ കവറാണ് വരുന്നത്. അത് ഷേവ് ചെയ്യുന്നൊരു മീശയാണ്. മീശ എന്ന് പറയുന്ന ബോൾഡ് ലെറ്ററിനെ ഷേവ് ചെയ്ത് കളയുക ചെയ്യുന്നത്. അപ്പോൾ അതിലും വിവാദ മൂല്യത്തിലാണ് ഊന്നുന്നത്. വിവാദത്തിൻ്റെ ആ മൂല്യമാണ് ഊന്നൽ കൊടുക്കുന്നത്. പക്ഷേ ഷെരീഫിൽ ഇത് നമ്മൾ കാണുന്നില്ല. ആ സമയത്ത് ആ വിവാദം ഉണ്ടായി വരുന്നില്ലെങ്കിൽ പോലും ഇതിനെ മറ്റൊരു തലത്തിൽ ഡിഫറെൻറ്റ് ടെക്സ്റ്റ് തന്നെ വേറൊരു തരം പാടായിട്ട് തന്നെ മാറ്റുന്നുണ്ട്. അപ്പോൾ അതിനെ കൂടി ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കവർ ഡിസൈൻ ഇപ്പോൾ ഈ അഭിലാഷ് ചാക്കോക്കെ ഇപ്പോൾ ചെയ്യുന്ന കവർ, ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കവർ അടക്കം വരുന്ന ഈ കവർ ഡിസൈനുകൾ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് സൂചിപ്പിച്ചു. കവർ പലപ്പോഴും ലൗഡായ കവറുകളോട് എനിക്ക് താല്പര്യമില്ല. ലൗഡായി സംവേദനം ചെയ്യുന്ന കവറുകൾ ഉണ്ടാകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിലും നമ്മളിവിടെ മലയാള പുസ്തകങ്ങൾക്ക് ഇറങ്ങുന്ന കവറുകൾ പലപ്പോഴും വളരെ ലൗഡാകാറുണ്ട്. നമ്മൾ നേരെ മറിച്ച് വിദേശത്തിറങ്ങുന്ന നല്ല ക്വാളിറ്റിയുള്ള പുസ്തകങ്ങളുടെ കവർ അത്രയും ലൗഡാകാറില്ല. പിന്നെ ഈ വിവാദമൂല്യം എന്ന് പറയുന്നത് അത് എൻ്റെ തിരഞ്ഞെടുപ്പല്ലായിരുന്നു അന്നേരം. മീശയുടെ ആദ്യത്തെ കവർ എൻ്റെ തിരഞ്ഞെടുപ്പല്ലായിരുന്നു. കവറിനെ ഞാൻ തള്ളി പറയില്ല, കവർ നല്ല കവറാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എൻ്റെ തിരഞ്ഞെടുപ്പല്ലായിരുന്നത്. ഈ പറഞ്ഞ പോലെ എഴുത്തിൻ്റെ വേറൊരു ലെയറിനെ കൊണ്ടുവരാൻ പലപ്പോഴും ചിത്രീകരണത്തിന് എൻ്റെ ചിത്രങ്ങൾക്ക് സാധിക്കാറുണ്ട്. എൻ്റെ അനുഭവം അങ്ങനെ. ഷെരീഫ് തന്നെ എൻ്റെ അതിനു മുമ്പ് രസവിദ്യയുടെ ചരിത്രം എന്ന് പറഞ്ഞ കഥയിലെ 1-2 കഥകൾ ഷെരീഫ് വരച്ചിട്ടുണ്ട്. അപ്പോഴും ഈ വേറൊരു ധ്വനി, വേറൊരു തലം അതിന് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ചിത്രകാരന്മാർക്ക് സാധിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒരു കഥ വായിക്കുകയാണെങ്കിൽ, പുരാണ കഥ വായിക്കുകയാണെങ്കിൽ തന്നെ രാവണനെ നമ്മൾ 10 പേരും 10 തരത്തിലല്ലേ രാവണനെ മനസ്സിൽ കാണുന്നത് എന്ന് പറഞ്ഞ ഒരു ചിത്രകാരൻ അയാളുടെ സാധ്യത വരയ്ക്കുകയാണ് ചെയ്യുന്നത്. കഥയ്ക്കുപരിയായ ഒരു തലം കൂടി അയാൾക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നല്ലതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും നമസ്കാരം. കഥയെക്കുറിച്ചാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ ഏതോ ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ മലയാളികൾ പൊതുവെ കഥയോട് അമിതമായ ആഭിമുഖ്യമുള്ളവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാല്യം നമ്മോടൊപ്പം വാർദ്ധക്യത്തിലും തുടരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പെയിൻറ്റിങ്ങിൽ പോലും ഒരു കഥ തിരയാറുണ്ട്, കവിതയിൽ കഥ തിരയാറുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ വിഷയം പറഞ്ഞാൽ കഥയിലെ മനുഷ്യരും കഥാമനുഷ്യരും എന്ന് പറയുമ്പോൾ തന്നെ നോവലിനെ കുറിച്ചാണ് ചർച്ച. നോവലിൽ ഒരു കഥ ആവശ്യമാണ് എന്ന ഒരു അടിസ്ഥാന പ്രമാണത്തിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ചയുടെ തലക്കെട്ട് രൂപീകരിച്ചിരിക്കുന്നത്. സത്യത്തിൽ നോവലിന് ഒരു കഥയുടെ ആവശ്യമുണ്ടോ? കഥ പറയലാണോ ഒരു നോവലിൻ്റെ ധർമ്മം? അതും ജീവിതഗന്ധിയായ ഒരു കഥയ്ക്ക് നമുക്ക് വിപണി കൂടുതലാണ്. അതാണോ നമ്മുടെ നോവൽ ആയിത്തീരേണ്ടത്? അതാണോ? ഇത്തരം പറയുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഒ മാധവൻ്റെ നാടകവേദിയിൽ ഒരിക്കലൊരു സംഭവം ഉണ്ടായി. കേട്ടിട്ടുണ്ടത്.
ഒ മാധവൻ്റെ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ സുന്ദരിയായ നായിക കഥാപാത്രം അഭിനയിച്ചുകൊണ്ടിരിക്കെ വേദിയിലിരുന്ന് ഒരു മദ്യപാനിയായ ഒരു മനുഷ്യൻ നിന്ന് ഇവരെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല. ആകെ അസ്വസ്ഥതയോടെ ഇവർ മാധവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല, നാടകം കയ്യിൽ നിന്ന് പോകുന്നു, എന്തെങ്കിലും പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞു. അടുത്ത ഒരു പ്രകടനത്തിൽ ഇതേ മദ്യപനായ മനുഷ്യൻ അതേ സ്ഥലത്ത് വന്നിരുന്ന് ഇതേ നായികയെ കളിയാക്കാൻ, ചീത്ത വിളിക്കാൻ, തെറി തന്നെ പറയുന്നത്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാധവൻ പെട്ടെന്ന് സ്റ്റേജിൽ നിന്ന് ചാടി ഇറങ്ങി ആ മദ്യപാനിയുടെ കരണക്കുറ്റിക്കിട്ടൊന്ന് പൊട്ടിച്ചു. അടുത്ത നിമിഷം പുള്ളി സ്റ്റേജിൽ കയറി വന്ന് കഥാപാത്രമായി മാറി എവിടെ അവസാനിപ്പിച്ചോ അവിടെ നിന്ന് കൃത്യമായിട്ട് നാടകം തുടർന്നു. വലിയ കയ്യടിയായിരുന്നു ഓഡിയൻസിനിടയിൽ ഉണ്ടായത്. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഈ നാടകത്തിൻ്റെയോട് ചേർന്നാണോ പുറത്ത് നടന്ന ആക്ഷൻ, ജീവിതത്തിലെ ആക്ഷൻ? അതിലൊരു കഥയുണ്ട്, ഈ നാടകത്തിലൊരു കഥയുണ്ട്. ഈ നാടകം അല്ലെങ്കിൽ കല അല്ലെങ്കിൽ നോവൽ, ഇതിനൊരു പ്രതീക വ്യവസ്ഥയുണ്ട്. അതായത് സ്റ്റേജ് നാടകം നമ്മൾ കാണുമ്പോൾ കാണികളും അതിൻ്റെ സംവിധായകനും തമ്മിലുള്ള ഒരു ധാരണയുണ്ട്, അല്ലെങ്കിൽ ആ കലാകാരന്മാർ തമ്മിലൊരു ധാരണയുണ്ട്. അതിൽ നടന്മാർക്കൊരു ധാരണയുണ്ട്, സംഭാഷണം ഏതുവരെ പറയാം, എന്തെല്ലാം ആകാം. ആ ധാരണ തെറ്റിച്ചുകൊണ്ടാണ് മാധവൻ സ്റ്റേജിന് പുറത്തിറങ്ങി ആ മനുഷ്യനെ കയറി അടിച്ചത്. അപ്പോൾ ഈ ജീവിതത്തിലെ കഥയും അത് വേറെ വഴിക്കാണ്. ഒരിക്കലും അത് നമ്മുടെ കലയിലേക്ക് വരുന്നില്ല. ഒരു നോവലിൽ ഒരു കഥ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് ജീവിതഗതിയായ ഒരു കഥയാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അല്ലെങ്കിൽ തന്നെ ഈ റിയലിസം കൊണ്ട് വല്ലാതെ മനുഷ്യൻ മടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പണ്ട് നീഷെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കും അടുത്തിട്ടില്ല. കേരളത്തിൽ ഇന്നും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം റിയലിസ്റ്റിക് നോവലുകൾ ചിലവാകുന്നത്, വായിക്കപ്പെടുന്നത് എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പം നമ്മൾ അത് സോഷ്യലിസ്റ്റ് റിയലിസം ആണെങ്കിൽ വളരെ നല്ലത് എന്നുള്ളൊരവസ്ഥയാണ്. അങ്ങനെ ഒരു സാഹചര്യം നമുക്കുണ്ട്. എനിക്ക് തോന്നിയത് ഈ കഥ നോവലിന് അത്ര അത്യാവശ്യമുള്ള കാര്യമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. പക്ഷേ പറഞ്ഞു വരുമ്പോൾ മലയാളത്തിൽ അങ്ങനെ നോവൽ എഴുതിയിട്ടുള്ളവർ വളരെ കുറവാണ്. ഒരു പക്ഷേ മേതിൽ രാധാകൃഷ്ണൻ ആയിരിക്കണം കഥയില്ലാതെ നോവൽ പൂർത്തിയാക്കിയത്. ചുവന്ന വിദൂഷകരുടെ 5-ാം പത്തിയും ബ്രായും ഒക്കെ അതിലങ്ങനെ നമുക്ക് വിവരിച്ച് പറയാവുന്ന ഒരു കഥയില്ല. അത് ഭാഷയിലാണ് അദ്ദേഹം ആ ശില്പം പണി തീർത്തിരിക്കുന്നത്. അതിൽ സെൻറ്റിമെൻറ്റ്സ് ഇല്ല, നാടകീയതയില്ല. അങ്ങനെയാണ് അദ്ദേഹം ആ നോവൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈയിടെ ഇറങ്ങിയ ഒരു അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹം വളരെ സെൻറ്റിമെൻ്റലായി. അത് കണ്ട കാണികളും വളരെ സെൻറ്റിമെൻ്റലായി. ഇപ്പോൾ ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ മേതിൽ രാധാകൃഷ്ണനെക്കുറിച്ച് എഴുതാത്തവർ വളരെ കുറവാണ്. അദ്ദേഹത്തെ വായിക്കാത്തവരെല്ലാം മേതിലിനെക്കുറിച്ച് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഏതാണ്ട് എനിക്ക് 17 പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് ഞാൻ മേതിലിനെ ആദ്യം വായിക്കുന്നത്. പൂർണ്ണ പബ്ലിക്കേഷൻസിൻ്റെ 3 പുസ്തകങ്ങളുണ്ടായിരുന്നു. ബ്രാ, ചുവന്ന വിദൂഷകരുടെ 5-ാം പത്തി, കവിതകൾ, പെൻഗ്വിൻ, ഈ 3 പുസ്തകം ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഞാനും എൻ്റെ ഒരു ചങ്ങാതിയും അല്ലാതെ വേറെ ആരും ആ ബുക്ക് സ്റ്റാളിൽ നിന്നത് വാങ്ങിയിട്ടില്ല. വായനക്കാരുണ്ടായിരുന്നില്ല അക്ഷരാർത്ഥത്തിൽ. ആ രീതിയിൽ മേതിലൊരു പരാജയമായിരുന്നു അന്ന്, ഇന്നത്തെ കണക്കിലെ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മേതിൽ വളരെ ഒരു പ്രചോദനം തരുന്ന ഒരാളായിരുന്നു, ഒരു വിജയമായിരുന്നു. പക്ഷേ മേതിലിന് സെൻറ്റിമെൻ്റലായിട്ടുള്ള കഥ പറയാൻ അറിയില്ല, ഡ്രാമയില്ലായിരുന്നു. പക്ഷേ ഈ ഇൻ്റർവ്യൂവിൽ ഇത് രണ്ടുമുണ്ട്. മലയാളി എന്നും ആഗ്രഹിക്കുന്നത് അതിവൈകാരികതയുള്ള വളരെ സെൻറ്റിമെൻ്റലായിട്ടുള്ള ഡ്രാമയും പൈങ്കിളിത്തരമാണ്. അതിലെന്തോ ഒരു എലിമെൻറ്റ് ആയി അഭിമുഖ സംഭാഷണത്തിൽ നിന്ന് കിട്ടിയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അതാകാം നമ്മൾ ആ മേതിലിൻ്റെ ആ അഭിമുഖ സംഭാഷണത്തെ ഇത്രയ്ക്കധികം ആഘോഷിച്ചത് എന്നെനിക്ക് തോന്നുന്നു.
മേതിൽ ഇതുവരെ യഥാർത്ഥത്തിൽ വിലയിരുത്തപ്പെട്ടിട്ടേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, മേതിലിൻ്റെ എഴുത്ത്. കാരണം അതെന്തിനാണ്, ഈ ഖസാക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യം ഭയങ്കര തിരസ്കാരമായിരുന്നില്ലേ? എത്രയോ കാലം കഴിഞ്ഞാണ് ഖസാക്കിൻ്റെ ഇതിഹാസം നമ്മളുടെ ഒഫീഷ്യൽ നോവലായിട്ട് എടുത്തത്. എത്രയോ കാലം കഴിഞ്ഞിട്ടാണ്. അതിനു മുമ്പ് അതിനെക്കുറിച്ച് പറയാത്ത ചീത്തകളും തിന്മകളും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മളത് എടുത്തു. പക്ഷെ മേതിൽ നമ്മളിപ്പോൾ എടുത്തിട്ടില്ല. വൈകാരികതയില്ല. അതിവൈകാരികതയും ഡ്രാമയുമുള്ള കഥകളാണ് നമുക്കിന്നും നോവലിൽ ആവശ്യം. നമ്മുടെ വായനക്കാർ ഇന്നും തേടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തേടേണ്ട കാര്യമില്ല, അതല്ല നോവൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചെറിയ മനുഷ്യരും വലിയ ലോകവും എൻ്റെ ആദ്യത്തെ അനുഭവം എന്നേ ഞാൻ പറയുള്ളൂ. ഒരു രേഖചിത്രങ്ങളായിട്ടും അക്ഷരങ്ങളായിട്ടും എൻ്റെ വീട്ടിൽ അങ്ങനെ വായന അനുവദിക്കുന്നൊരു വീടായിരുന്നില്ല. സ്വാഭാവികമായിട്ട് അടുത്തൊരു വീട്ടിൽ ചെന്നിട്ടാണ് മാതൃഭൂമിയുടെ ഈ ഗ്രാഫിക് നോവൽ എന്ന് വിശേഷിപ്പിക്കുന്ന ചിത്രകഥ ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മുന്നോട്ട് പോകാനുള്ളൊരു വലിയൊരു എനർജിയായിരുന്നു അത്. അന്ന് ആദ്യം കുട്ടിയായിരുന്നപ്പോൾ വായിക്കുമ്പോൾ ഇതെനിക്ക് മുഴുവൻ മനസ്സിലായി എന്ന് തോന്നുന്നില്ല. പക്ഷെ മനസ്സിലാക്കലായിരുന്നില്ല അന്നത്തെയും ഇന്നത്തെയും എൻ്റെ വിഷയം. ഒരു കലാസൃഷ്ടിയെ മനസ്സിലാക്കുക എന്നുള്ളതല്ല, അത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതായിരുന്നു അന്നത്തെ കുട്ടി വിചാരിച്ചത്. ഇന്നത്തെ വൃദ്ധൻ വിചാരിക്കുന്നതും അതുതന്നെയാണ്. അടുത്തൊരു ചർച്ച മാത്യൂസിൽ നിന്ന് തന്നെ ആരംഭിക്കാമെന്നായിരുന്നു. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ അതിവൈകാരികത, ഡ്രാമ മലയാളിക്ക് പൊതുവെ താല്പര്യമാണ്. ഈ സീരിയൽ അനുഭവങ്ങളിൽ നിന്ന് കൂടിയാവും ഇതിൻ്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു. അപ്ലൈഡ് ആർട്ടാണ് സീരിയലിന് ഒരിടത്ത് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അപ്ലൈഡ് ആർട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലൊരു ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. എൻ്റെ ഒരു ചോദ്യം, പൊതുവേ PF മാത്യൂസിൻ്റെ സംസാരങ്ങളിലെല്ലാം നാടകത്തിനെ സംബന്ധിച്ചിട്ടുള്ള പ്രയോഗങ്ങളുടെ ഒരു ആധിക്യം, ഒരു എക്സസ് കാണാറുണ്ട്. അതായത് ഇപ്പോൾ 3 ആക്ട് സ്ട്രക്ചർ വേണം, അത് വിമർശിക്കാനാണ് പറയുന്നത്. 3 ആക്ട് സ്ട്രക്ചർ വേണം, അല്ലെങ്കിൽ അരിസ്റ്റോട്ടിലിയൻ ക്ലൈമാക്സ്, ഇതുപോലുള്ള പ്രയോഗങ്ങളുടെ ഒരു ആധിക്യം പൊതുവേ PF മാത്യൂസിൽ കണ്ടുവരാറുണ്ട്. ഞാനത് ഒബ്സർവ് ചെയ്യുന്ന കുറേ ചില എന്താ പറയുക ബിഹേവിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ കാണാറുണ്ട്. മാത്രമല്ല ഈ തിരഞ്ഞെടുത്ത കഥകളുടെ ഒടുക്കം ഒരു അനക്സായിട്ട് കൊടുക്കുന്ന ഈ ജോണി മൊറാൻഡയുമായിട്ടുള്ളൊരു ചെറിയൊരു സംഭാഷണം ഉണ്ടല്ലോ, അതിലും ഈ കണ്ണോക്ക് പാട്ടുകാരൻ എന്നുള്ളൊരു വിളിപ്പേര് താങ്കൾക്ക് ഉള്ളതുകൊണ്ട് ഈ കണ്ണോക്ക് പാട്ടും ആ ഒരു ജനതയുടെ ഒരു വികാര വിമലീകരണമായിരുന്നു. അരിസ്റ്റോട്ടിലിയൻ ഹെമേഷ്യ പോലുള്ള ഇത്തരം പ്രയോഗങ്ങളുടെ ഒരു ആധിക്യം PF മാത്യൂസിൻ്റെ മൊത്തം, ഞാൻ എഴുത്തിലുണ്ടെന്നല്ല പറയുന്നത്, മൊത്തം പറച്ചിലുകളിൽ ഒരു നാടകത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സൈദ്ധാന്തിക ബോധം കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വിശദീകരിക്കാൻ പറ്റും. ഏകാംഗ നാടകങ്ങൾ എഴുതിയിട്ടൊക്കെയാണ് ആരംഭിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല ഹരീഷിനോട് അതിനോട് ചേർത്ത് ചോദിക്കാനുള്ളത്, ഇതിൻ്റെ ഒരു ഫില്ലിംഗ് എന്നുള്ള രീതിയിൽ ചോദിക്കാനുള്ളത്, ഹരീഷിലും ഈ ഒരു നാടകത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്, അവതരണ കലകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. പ്രത്യേകിച്ച് മീശയിൽ കുടിയാൻ എന്ന് പറയുന്ന ഒരു നാടകത്തിലാണ് മീശ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമ്മൾ പരിചയപ്പെടുന്നത്. മീശ മാറുന്നത് ഈ നാടകത്തിനോടനുബന്ധിച്ചാണ്. ഈ ഈ എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരാൾ വരുന്നു, അയാൾക്ക് തമിഴ് സംഗീത നാടകങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഈ ബന്ധം അയാൾക്ക് പുരോഗമന നാടകങ്ങളിലേക്ക് കടക്കാനുള്ള തടസ്സമാകുന്നുണ്ട്. അതേസമയം പുരോഗമന നാടകം എന്ന് പറയുന്ന സംഗതി ഉണ്ടെന്ന് അയാൾക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ ബിറ്റ്വീൻ സ്റ്റേജിലാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ രണ്ടും കെട്ടൊരു അവസ്ഥയിലുള്ളൊരു നാടകങ്ങൾ സൃഷ്ടിക്കും, അതിന് കുടിയാനെന്ന് പേരിടും. അപ്പോൾ ഹരീഷ് അല്ലെങ്കിൽ നോവലിസ്റ്റ് അവിടെ പറയുന്നൊരു കാര്യം, ഇതിന് കുറേയും കൂടിയും സാമൂഹിക ബോധമുള്ള ഒരാൾ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഈ നാടകം പാട്ടബാക്കിക്ക് മുൻപേ ഉള്ള ആദ്യത്തെ രാഷ്ട്രീയ നാടകമായി മാറിയേനെ പറയുന്നുണ്ട്. അതേസമയം ഈ കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രയോഗങ്ങൾ, ഇപ്പോൾ ദുശാസനവധം പോലുള്ള പ്രയോഗങ്ങൾ, രാവണൻ്റെ 10 തല, നിഴലിൻ്റെ പെരുപ്പം മുതലായിട്ട് എന്താ പറയുക കുറേ കൂടിയും പാരമ്പര്യ രംഗാവതരണ കലകളോട് ചേർന്ന് നിൽക്കുന്ന മട്ടിലുള്ള പ്രയോഗങ്ങളുടെ ഒരു ആധിക്യം ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ഇത് നാടകീയതയുടെ ഒരു പാരമ്പര്യ രൂപം എന്നുള്ള അർത്ഥം. അപ്പം ഇത്തരത്തിലുള്ള പിന്നെ കുറത്തിയാട്ടത്തിനെ കുറിച്ചുള്ള റെഫറൻസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പാരമ്പര്യ രംഗാവതരണങ്ങൾ ോടുള്ളൊരു അനുഭവം അല്ലെങ്കിൽ അതിനോടുള്ളൊരു അനുഭവങ്ങൾ എങ്ങനെയാണത് മൊത്തം രചനയെ സ്വാധീനിക്കുന്നത്, അങ്ങനത്തെ ഒരു കാഴ്ചശീലം ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ കൗതുകമുണ്ട്. മാത്യൂസിൽ നിന്ന് ആരംഭിക്കാം തോന്നുന്നു. 3 ആക്ട് പ്ലേ സ്ട്രക്ചറിനെ കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തിയത് നന്നായി. അതല്ലെങ്കിൽ ഞാൻ ഇവിടെ അത് ആവർത്തിച്ചേനെ. അത് കാരണമുണ്ട്. ഏതാണ്ട് 70കൾ മുതൽ ഈ ഹോളിവുഡ് സിനിമകൾ
ധാരാളമായിട്ട് കാണുമായിരുന്നു. അപ്പോൾ ഈ ഹോളിവുഡ് സിനിമയെല്ലാം ഏതാണ്ട് ഒരേ അച്ചിൽ വാർത്തവയാണെന്ന് നമുക്കറിയാലോ. ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ നായകനെ പരിചയപ്പെടുത്തൽ, പിന്നെ പ്രശ്നത്തിൻ്റെ കൊടുമ്പിരിക്കൊള്ളൽ, ക്ലൈമാക്സ്, ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് പോകുന്നത്. അത് കൃത്യം പറഞ്ഞാൽ അത് അരിസ്റ്റോട്ടിലിയൻ സ്ട്രക്ചർ തന്നെയാണത്, സംശയമില്ല. 2500 വർഷം പഴക്കമുള്ളൊരു സംഭവം നമ്മൾ ഇന്നും കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നൊരു കാര്യം. മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മുടെ കലാപ്രവർത്തനത്തിൽ 1 ഇഞ്ച് മുന്നോട്ട് പോലും നമുക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അങ്ങനെ ഒരു പരാതി പറച്ചിൽ എപ്പോഴും ഉണ്ടാകുന്നത്. നമ്മുടെ കല എന്തുകൊണ്ടാണ് ഇപ്പോഴും പിന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹോളിവുഡ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അതൊരു വിഷയമല്ല. കാരണം അവർക്ക് പണമുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം, പ്രത്യേകിച്ച് ചലച്ചിത്രം. പക്ഷെ നാടകം, കഥ, നോവൽ, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമാണ്. ഒരു 3 ആക്ട് പ്ലേ സ്ട്രക്ചറിലാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് 5 ആക്ട് ആവും. ഇതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട്, ഇതിനെ റദ്ദാക്കി പുത്തനായ ഒന്ന് അവതരിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. സാധിക്കുന്നുണ്ട്, വളരെ അപൂർവം പേർക്ക് അത് സാധിക്കുന്നുണ്ട്. അതിലൊരാൾ മേതിലായിരുന്നു. അത് നമ്മൾ അദ്ദേഹത്തെ തിരസ്കരിക്കുകയും ചെയ്തു. അദ്ദേഹം ഡ്രാമയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഡ്രാമ കണ്ട് നമ്മൾ ആസ്വദിക്കുകയും ചെയ്തു. അപ്പോൾ ഹരീഷ് നേരത്തെ പറഞ്ഞു, ഒരു കുട്ടി വന്ന് ചോദിച്ചു ഈ പെയിൻറ്റിങ് എന്താണ്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞതായിട്ട് ഹരീഷ് പറഞ്ഞു. സത്യമാണ്, ആ ചോദ്യം മിക്കവാറും കേരളത്തിലെ മിക്കവാറും എല്ലാ ആർട്ട് ഗാലറിയിലും വന്നിട്ട് കാണികൾ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് മനസ്സിലായില്ല, എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോൾ ഇതിലെന്തോ അർത്ഥം ഉണ്ട്, അത് ഡീകോഡ് ചെയ്ത് എടുക്കണം എന്നുള്ള വലിയൊരു തെറ്റിദ്ധാരണയിലാണ് നമ്മളിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മേതിലിനെ പോലെ വളരെ ഗൗരവബുദ്ധിയ പുതിയൊരു ക്രമം കണ്ടെത്താൻ ശ്രമിക്കുന്നവരെല്ലാവരും എന്തോ ഒരു ബൗദ്ധികമായ ഒരു പസിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ പസിൽ അഴിച്ചു മാറ്റാനായിട്ട് നമുക്ക് അതിബുദ്ധി വേണം എന്നുള്ളൊരു വലിയൊരു തെറ്റിദ്ധാരണയില്ല. നമ്മളുടെ നിരൂപകർക്കൊക്കെ അതിൽ നല്ല പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ മുഴുവൻ ഇപ്പോഴും നോക്കുക, റിവ്യൂ എഴുതുന്നവരും മറ്റേ നിരൂപണം ചെയ്യുന്നു എന്ന് ഭാവിക്കുന്നവരും ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു നോവലിൻ്റെ കഥ വിവരിച്ച് പറയലാണ്. എന്നിട്ട് അതിനെ അനലിറ്റിക്കലായിട്ട് അതിനെ സമീപിക്കലാണ് ചെയ്യുന്നത്. അതല്ലാതെ എങ്ങനെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്, ഇതിൻ്റെ ഒരു സർഗാത്മകത എവിടെ കുടികൊള്ളുന്നു എന്നുള്ളൊരു അന്വേഷണം ഒരു ഘട്ടത്തിലും നടക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കണ്ടുവരുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകും. അതിലെനിക്ക് യാതൊരു ഇപ്പോഴും അത് തന്നെ പറയാനാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ എന്താ പറയുന്നത്, ഒരു സ്ഥിരമായ താരിഫുകളിൽ ബന്ധിതമല്ലാത്ത എല്ലാ ക്രമങ്ങളെയും തെറ്റിക്കുന്ന, ഒരു പുതിയ ക്രമം തെറ്റിക്കുന്ന സാഹിത്യ സമ്പ്രദായം തന്നെ നമുക്കുണ്ടായിരുന്നു. ഉദാഹരണത്തിന് TR, പഴയ കാലത്തെ TR ഗംഭീരമായ കഥകൾ എഴുതിയിട്ടുണ്ട്. കൊരുന്നിയെടുത്ത് കോമുട്ടി മുതലുള്ള, ഇപ്പോൾ വീണ്ടും അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, DC ബുക്സിലൂടെ വീണ്ടും വന്നിട്ടുണ്ട്. ഇതൊന്നും വായിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആരൊക്കെ മാറി എഴുതിയോ അവരെയൊന്നും നമ്മൾ വായിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഒരു നോവലിനെ ആമുഖം എഴുതിയ ഹരീഷ് അതിനകത്ത് എഴുതി, ചാവുനിലം ഇറങ്ങിയിട്ട് തന്നെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് അതിന് കുറച്ച് വായനക്കാരുണ്ടായത്. ഇപ്പോൾ ഈ അടിയാളപ്രേതം എഴുതിയപ്പോഴാണ് അദ്ദേഹം അത് എഴുതിയത്. അതിനും ഇനി മലയാളി അത് ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് ഹരീഷ് എഴുതി. അതിന് കാരണം അതാണ്, എവിടെയെങ്കിലും ഒന്ന് ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സ്വീകരിക്കാനായിട്ട് വലിയ പ്രയാസമുണ്ട് എന്ന് പറയാം. അതാണ് നമ്മൾ ഫോർമുലയിൽ അഭിരമിക്കുന്ന ആസ്വാദകരാണ് എന്ന് ഞാൻ പറയാൻ കാര്യം അതാണ്. ഉദാഹരണത്തിന് ഈ ചാവുനിലം എന്തുകൊണ്ടാണ് ഈ വായനക്കാരിലേക്ക് എത്താതിരുന്നതെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഈ TV മധു ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞ ഒരു ഉദാഹരണം എനിക്ക് എപ്പോഴും ഓർമ്മ വരും. അതായത് ഒരു വലിയ ആഡംബര മാളിലെ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ജീർണാവശിഷ്ടം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വല്ലാതെ ഒരു അസ്വസ്ഥത തോന്നും, നമ്മൾ അതിനെ അവഗണിക്കുകയും തട്ടി നീക്കുകയും ചെയ്യും എന്ന് അദ്ദേഹം ഒരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ ചാവുനിലത്തിന് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതുവരെ വളരെ മൃദുവായ തറവാട്ട് കഥകളും നാടകീയതകളുള്ള പൈങ്കിളി സ്വഭാവമുള്ള കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പരിസരത്തിലേക്കാണ് മൃതദേഹങ്ങളുടെ കഥയും അസംഖ്യം മരിച്ച മനുഷ്യരുടെ കഥയും ഒക്കെ കൊണ്ട്, കഥയല്ല വിവരണങ്ങളൊക്കെയുമായിട്ട് ഒരു നോവൽ വരുന്നത്. സ്വാഭാവികമായിട്ട് ആളുകൾ തട്ടി നീക്കി. കാരണം ആ ഫോർമുല അവിടെ വർക്കാകുന്നില്ല.
അവർക്ക് ഈ ഫോർമുല ആവശ്യമില്ല, അല്ലെങ്കിൽ പുതിയൊരു നീക്കം അവർക്ക് ആവശ്യമില്ല. അങ്ങനെയാണ് അത് തട്ടി നീക്കിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ എപ്പോഴും ഈ 3 ആക്ട് പ്ലേ സ്ട്രക്ചർ കഥയിൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ഒന്ന് തന്നെ ആവർത്തിക്കുന്നതിനെക്കുറിച്ചും എതിർത്തുകൊണ്ട് സംസാരിക്കുന്നത്. ഓക്കെ. എന്നോട് മീശയിലെ അതല്ല ചോദിച്ചത്. രംഗപരിചയം. എനിക്ക് ചില കലകൾ മനുഷ്യനെ എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ല പേഴ്സണലി. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റില്ല. എനിക്ക് നാടകം അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന കലയല്ല. അതുപോലെ കഥകളി, ഓട്ടംതുള്ളൽ, കൂടിയാട്ടം, ഈ കൂത്ത്, ഈ ഐറ്റമൊന്നും എനിക്ക് ഇതുവരെ ആസ്വദിക്കാൻ പറ്റില്ല. അത് ആ കലയുടെ കുഴപ്പമല്ല, ചിലപ്പോൾ എൻ്റെ അനുശീലനത്തിന് കുഴപ്പമായിരിക്കാം. എനിക്ക് പേഴ്സണലി അത് പറ്റിയിട്ടില്ല. ചെറുപ്പത്തിൽ തന്നെ ഈ ധാരാളം അമ്പലപ്പറമ്പിലെ നാടകങ്ങൾ, പള്ളിപ്പറമ്പിലെ നാടകങ്ങളൊക്കെ ഞാൻ ഇഷ്ടംപോലെ സാമൂഹ്യ നാടകം എന്ന് വിളിക്കുന്ന നാടകങ്ങളുണ്ടല്ലോ, ഫസഹ് എന്നൊക്കെ പറഞ്ഞ ആ പേരിൽ കുറേ നാടകങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് എൻ്റെ കുഴപ്പമാണെന്ന് ധരിച്ച് പിൽക്കാലത്ത് ഞാൻ നമ്മുടെ തനത് നാടകങ്ങൾ, അതുപോലെ എല്ലാ വർഷവും സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിൽ ജി ശങ്കരപിള്ള അനുസ്മരണത്തിന് നല്ല നാടകങ്ങളൊക്കെ കളിക്കാറുണ്ട്. എനിക്ക് പക്ഷേ പേഴ്സണലി അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് എനിക്ക് ആ അതുപോലെ കഥകളി, ഞങ്ങളുടെ നാട്ടിലൊരു ഓണന്തുരുത്തൊരു ക്ഷേത്രമുണ്ട്. അവിടെ കേരളത്തിലെ ഏറ്റവും നല്ല കഥകളി കലാകാരന്മാർ വന്ന് കളിച്ചിട്ടുണ്ട്. ഞാൻ അത് അത്യാവശ്യം കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ തൃപ്പൂണിത്തറ സംസ്കൃത കോളേജുണ്ട്. അവിടെ ഒരു വർഷം വാക്യാർത്ഥ സദസ്സ് എന്ന് പറഞ്ഞ വലിയൊരു പരിപാടി നടന്നിരുന്നു. അപ്പോൾ ഞാനവിടെ പോയി അന്ന് കൂടിയാട്ടം ഉണ്ടായിരുന്നു. അമ്മന്നൂർ മാധവച്ചാക്കിയാരെന്ന് പറഞ്ഞ കൂടിയാട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആചാര്യനാണ് അവിടെ വന്ന് അവതരിപ്പിച്ചത്. അത് രാവണൻ കൈലാസം പൊക്കുന്ന ഭാഗമാണ്, കൈലാസോദാഹരണം. ഏതാണ്ട് ഒരു ശ്ലോകം ഒരു രാത്രി കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ പോയിരുന്നിട്ട് ഇത് നേരം വെളുത്തിട്ടും പുള്ളി കൈലാസം പൊക്കി തീരുന്നില്ല. അപ്പോൾ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അത് എൻ്റെ പ്രശ്നമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ വലിയൊരു നാടക പാരമ്പര്യമുണ്ട്. നമ്മുടെ നാട്ടുകാരൊക്കെ നാടകത്തെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. നാടകം നമ്മുടെ നാട്ടിലെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ KPSC നാടകങ്ങൾ, അതിനു മുൻപും ഈ പാട്ടബാക്കി, അതിനു മുമ്പും ശേഷവും ഉണ്ടായിട്ടുള്ള ഒരുപാട് നാടകങ്ങൾ. അത് എഴുതിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് മീശ എഴുതിയപ്പോൾ ഉണ്ടായത്. അല്ലാതെ അത് ഞാൻ അത്ര ആ രംഗകല ഉൾക്കൊണ്ടു എന്നതിനർത്ഥമില്ല. പക്ഷേ ആ നാട് അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അത് കൊണ്ടുവന്നത്. ഇപ്പം മലബാറിൽ നിന്ന് പറഞ്ഞ നാടകങ്ങളും അതിനു മുമ്പത്തെ സംഗീത നാടകങ്ങൾക്ക് വലിയ സ്ഥാനം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്ന എന്താ പറയുന്ന KPSC നാടകങ്ങൾക്ക് മുമ്പ് ആൾക്കാരെ ഗംഭീരമായിട്ട് സ്വാധീനിച്ചിരുന്നത് വൈക്കം വാസുദേവൻ നായരൊക്കെ എഴുതിയ യാചകി എന്ന് പറയുന്ന നാടകമുണ്ട്. യാചകി ഏതാണ്ട് ഒരുപാട് വർഷം ഹിറ്റായിട്ട് ഓടി. ആദ്യത്തെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ തന്നെ വൈക്കം വാസുദേവൻ നായരായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയധികം സ്വാധീനം ഇതിനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അതുതന്നെയല്ല, ഇത് യഥാർത്ഥ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമായിട്ട് അതിന് സാദൃശ്യമുള്ളത് കൊണ്ടാണ് ആ നാടകം അതിനകത്ത് ഒരു സാന്നിധ്യമായിട്ട് നോവലി വരുന്നത്. അല്ലാതെ എനിക്കതിനോടുള്ള സവിശേഷ താല്പര്യമോ രംഗപരിചയമോ കൊണ്ടല്ല. അതിനെ ഒരു നാടക പാരമ്പര്യത്തെ കുറച്ച് അക്കാദമികമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് അതൊക്കെ വന്നത്. പിന്നെ പാരമ്പര്യ കലകൾ ആസ്വദിക്കുന്നവരിപ്പം കേരളത്തിൽ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ചിലർ ആസ്വദിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. എനിക്കിതുവരെ മനസ്സിലായിട്ടല്ല ഈ ഇതിനകത്ത് കഥകളിക്കകത്തൊക്കെ വാക്യാർത്ഥമാണല്ലോ അഭിനയിച്ച് കാണിക്കുന്നത്. അതിലൊരു അരങ്ങ് ശോഭ നമുക്ക് കണ്ടിരിക്കുക. അത് ഞാനും എൻജോയ് ചെയ്യാറുണ്ട്. അല്ലാതെ ഒരു വിദേശിയായ ഒരു സായിപ്പ് വന്നിരുന്ന കഥകളി എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. വാക്യാർത്ഥം എങ്ങനെയാണ് മനസ്സിലാകുന്നതെന്നും എനിക്ക് പിടിയിട്ടില്ല. അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, അത് ഒരു ഹരീശ്വരികൾ പറയുന്നുണ്ട്, പരമാവധി വിസ്തരിക്കുക, പരമാവധി വിവരണം. അത് ആഖ്യാനത്തിന് നരേറ്റീവിനെ മുൻനിർത്തിയാണ് പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ദുര്യോധനവധം പറയുന്നുണ്ട്. അതായത് ദുര്യോധനനെ അങ്ങ് കൊന്നാൽ മതി, പക്ഷെ ഒരു ദിവസം മൊത്തം ദുര്യോധനെ കൊല്ലലിലേക്ക് ഇങ്ങനെ വരുന്ന ആ ഒരു വിസ്താരം, അപ്പോൾ അത് ആഖ്യാനത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അത് ഹരീഷിൻ്റെ ആഖ്യാനത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നത്. വിസ്താരത്തിൻ്റെ ഒരു പാരമ്പര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എക്സാജറേറ്റ് ചെയ്യുക, മാക്സിമം ടൈം ഡൈലേറ്റ് ചെയ്യുക. ഇപ്പോൾ മാത്യൂസ് പറഞ്ഞ പോലെ ഒരു കഥ പറഞ്ഞ് ആദ്യമധ്യാന്തം പൊരുത്തുള്ള ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് പകരം ആ വിസ്താരത്തിൽ ഭംഗി കണ്ടെത്തുക, എസ്തെറ്റിക്സ് കണ്ടെത്തുക. ആ ഒരു സ്വഭാവം ഹരീഷിലും മാത്യൂസിലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ ഞാൻ അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ആ പാരമ്പര്യം പറയുന്നുണ്ട്. നാടോടി ഗോത്ര വിവരണ കലാപാരമ്പര്യം എന്നിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഒരിടത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണക്ഷനാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. ഉറപ്പായിട്ടും അതായത് വിസ്തരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ മുറാക്കാമി എനിക്ക് വലിയ പ്രിയപ്പെട്ട എഴുത്തുകാരൊന്നുമല്ല, പക്ഷേ അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, അവിശ്വസനീയമായ ഒരു കാര്യം വിശ്വസിപ്പിക്കണമെങ്കിൽ അതിനെ പരമാവധി വിവരിക്കുകയാണ് നല്ലത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നോവലിൽ ആകാശത്ത് 2 ചന്ദ്രൻ
ഉള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 2 ചന്ദ്രനെ പുള്ളി 8-10 പേജുകളിൽ വിസ്തരിക്കുന്നുണ്ട്. ഈ വിസ്താരമാണ് നമ്മളതിനെ വിശ്വസിപ്പിക്കുന്നത്, നമ്മളെ ആ കഥ, ആ സംഭവം വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം സോൾനോയിഡ് എന്ന് പറഞ്ഞ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു നോവലുണ്ട്, സോൾനോയിഡിനകത്ത് സോൾനോയിഡ് നമുക്കറിയാം, ഫിസിക്സിലെ ഒരു സംഭവമാണ് സോൾനോയിഡ്. ഈ സോൾനോയിഡ് ഒരു വീടിൻ്റെ അടിയിൽ കുഴിച്ചിട്ടിട്ടുണ്ട്, അല്ല അതിൻ്റെ അടിയിലുണ്ട് എന്നൊരു സംഭവം എത്രയോ പേജുകളിലൂടെയാണ് എഴുത്തുകാരൻ വിസ്തരിക്കുന്നത്. ആ വിസ്തരിക്കുന്നത് അതിനെ അവിശ്വസനീയമായ കാര്യത്തെ വിശ്വസിപ്പിക്കാൻ സഹായിക്കും. അത് നമ്മുടെ സാഹിത്യത്തിലൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്ത്യൻ പാരമ്പര്യത്തിലൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വിസ്തരിക്കുക, മണിക്കോൾ എന്ന് പറയുന്ന ചലച്ചിത്രകാരൻ തന്നെ വിസ്തരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഒരു ഘടകമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മുടെ കലകളുടെ ഒരു പ്രധാന ഘടകമാണ്. ഇപ്പം മഹാഭാരതത്തിലെ കഥ ചുരുക്കി വേണമെങ്കിൽ 10 പേജിൽ എഴുതാനുള്ളതേ ഉള്ളൂ. എന്തിനാണത് അധ്യായങ്ങളോളം വിസ്തരിക്കുന്നത്? അതിനെ നമ്മൾ വിശ്വസനീയമാക്കാനും, ഇപ്പോൾ മാത്യു ചേട്ടൻ പറയുന്ന പോലെ കഥ പറയുന്നത് മാത്രമല്ല നോവലിൽ സംഭവിക്കുന്നത്, കഥ പറയുന്നതിലുപരിയായ കാര്യങ്ങൾ നോവലിൽ സംഭവിക്കുന്നുണ്ട്. കഥ കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാഥമികമായ ഇഷ്ടങ്ങൾ പെടുന്ന, ബാലരമ്പ വായിക്കുന്ന കഥ അറിയാനാണ്, അല്ലാതെ അത് അതിൻ്റെ വിസ്താരം വായിക്കാനല്ല. പക്ഷേ അത് നമ്മുടെ പ്രാഥമിക ഉദ്ദേശിക്കപ്പെടുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ കഥ പറയുന്നതിലുപരിയായ കാര്യങ്ങൾ ഇന്ന് നോവലിലും കഥയിലും എല്ലാം സംഭവിക്കുന്നുണ്ട്, സിനിമയിലും എല്ലാം സംഭവിക്കുന്നുണ്ട്. അത് ഈ വിസ്താരമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വിസ്തരിക്കുക, അല്ലെങ്കിൽ അതിൽ കൂടെ അതാണ് കല, അതിലാണ് കലയിരിക്കുന്നത്. കഥ പറയുന്നതിലല്ല കലയിരിക്കുന്നത്, കഥയെ അല്ലെങ്കിൽ പറയാനുള്ള കാര്യങ്ങളെ വിസ്തരിക്കുന്നതിലാണ് കാര്യമിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, എനിക്ക് ഹരീഷ് പറഞ്ഞതിനോട് പൂർണ്ണമായ യോജിപ്പ് തന്നെയാണുള്ളത്. അതിൻ്റെ ഒരു വിസ്താരം തന്നെയാണ് അതിൻ്റെ. ഇപ്പോൾ ഞങ്ങൾ വരുന്ന വഴി സംസാരിച്ചതാണ് ഈ വെസാസിൻ്റെ ബേർഡ്സും ഐസ് പാലസ്, 2 നോവലുകൾ ഈയിടെ വായിച്ചതാണ്. അതിൽ കഥയില്ല, അങ്ങനെ കഥയെന്ന് പറയാനൊക്കില്ല. കഥാപാത്രങ്ങളുണ്ട്, അവരുടെ ഒരു സഞ്ചാരമുണ്ട്. ഒരു നോവലിലാണെങ്കിൽ ഒരു ജലത്തിനടിയിലേക്ക് പോയി ഐസിൻ്റെ അടിയിൽ കിടന്ന് മരിച്ചു പോവുകയാണ് ഒരു കുട്ടി, അത്രയൊക്കെ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ ആ ഒരു കഥ പറയുക എന്നുള്ളതല്ലാതെ എഴുത്തിലൂടെ അങ്ങോട്ട് നമ്മൾ സഞ്ചരിക്കുകയാണ്, നമ്മൾ തകർന്നു പോവുകയാണ് അത് വായിച്ച്. അതുപോലെ തന്നെ യൂൺ ഫോസയുടെ ഒരു ഫോളോയിങ് എന്ന് പറഞ്ഞാൽ 47 പേജുള്ളത്. പക്ഷെ അതിങ്ങനെ ആ ഒരു സഞ്ചാരമാണ്, ഒരു പ്രകാശം കണ്ടിട്ട് പുള്ളി അത് കാണാനായിട്ട് ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോവുക, ആ യാത്രയാണ് അതിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ മതി. അതിൻ്റെ എഴുത്താണ്, അതിൻ്റെ വിസ്താരം തന്നെയാണ് ആ നോവലിനെ നോവലാക്കി തീർക്കുന്നത്. കറക്റ്റാണ്, എനിക്ക് പൂർണ്ണമായി യോജിപ്പാണ് അതിനോട്. ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഈ നേരത്തെ പറഞ്ഞ നാടകീയത അല്ലെങ്കിൽ റിയാലിറ്റിനെ സംബന്ധിച്ചിട്ടുള്ളൊരു അടഞ്ഞ ബോധം, റിയൽ എന്ന് പറഞ്ഞാൽ വസ്തുസ്ഥിതിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള മട്ടിലുള്ള ബോധം. പക്ഷേ ആനന്ദ് ഒരു അഭിമുഖത്തിൽ മലയാള നോവലിസ്റ്റായിട്ടുള്ള ആനന്ദ് പറയുന്നുണ്ട്, നമ്മൾ റിയാലിറ്റിയുടെ ഓപ്പോസിറ്റ് ഒരിക്കലും ഫിക്ഷൻ അല്ല എന്ന് പറയും. ആനന്ദ് പറഞ്ഞൊരു കാര്യം, അതായത് ഫിക്ഷൻ എന്ന് പറയുന്നത് റിയാലിറ്റിയുടെ ഓപ്പോസിറ്റ് അല്ല, ഫിക്ഷൻ്റെ ഓപ്പോസിറ്റ് നോൺ ഫിക്ഷനാണ് എന്നാണ് ആനന്ദ് പറയുന്നത്. അപ്പോൾ ഹരീഷിലായാലും, ഇപ്പോൾ ഹരീഷിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ പട്ടുനൂൽപ്പുഴുവിനെ സംബന്ധിച്ച ഒരു ഇൻ്റർവ്യൂവിൽ വിനോയ് തോമസ് പറയുന്നുണ്ട്, പട്ടുനൂൽപ്പുഴു എൻ്റെ എന്നതൊരു ക്രിസ്റ്റഫർ നോളൻ എൻ്റെ ഒരു വിഭ്രമം സൃഷ്ടിച്ചുകൊണ്ട്, ക്രിസ്റ്റഫർ നോളൻ സിനിമകളുടെ ഒരു വിഭ്രമം സൃഷ്ടിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ അപ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ലീനിയാരിറ്റീനൊക്കെ ബ്രേക്ക് ചെയ്ത് പോകുന്ന തരത്തിലുള്ള ജമ്പുകൾ അതിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ മീശയുടെ ആകാശം മുട്ടി നീളുന്ന മീശ, അതിൻ്റെ തുഞ്ചത്ത് ചെങ്ങാലിപ്പരുന്ത് അതാ കൂട് വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ മട്ടിലത് ആ ഭാവന അത്രയും വളരുന്നുണ്ട്, ആകാശം മുട്ടേ വളരുന്നുണ്ട്. മാത്യൂസ് അല്ലെങ്കിൽ ഇപ്പോൾ കടലിൻ്റെ മണം പോലുള്ള സാധനം, കടലിൻ്റെ മണം കടലേ ഇല്ലാത്തൊരു വർക്കിൽ കടലിൻ്റെ മണം അനുഭവപ്പെടുക, കടലിൻ്റെ മണം കിട്ടുക. അപ്പോൾ എന്താണ് കടലിൻ്റെ മണം? അങ്ങനെ ഒരു സർറിയലായിട്ടുള്ളൊരു അനുഭവം, അല്ലെങ്കിൽ നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു അനുഭവമാണ് ചില സമയത്ത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തോന്നുന്നൊരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു ബോധം മനസ്സ്. അപ്പോൾ ഇത്തരത്തിൽ ഈ റിയാലിറ്റീനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആഖ്യാനത്തിൽ? റിയാലിറ്റി നിങ്ങളെ സംബന്ധിച്ച് എന്താണ്? അതൊരു പ്രധാനപ്പെട്ട കൺസേൺ ആണെന്ന് തോന്നുന്നു. അതായത് റിയാലിറ്റി, വാസ്തവം അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്നൊക്കെ പറയുന്നത് ഫിക്ഷനെ സംബന്ധിച്ച് എന്താണ്? അത് കലാസ്വാദനത്തിന് നിർണ്ണയിക്കുന്ന ഒരു മാനദണ്ഡമാണ് നിലവിലും. നമ്മുടെ ഇതിപ്പോൾ സിനിമകളിലോ നോവലിലോ ഒക്കെ കുറേ കൂടി യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നു, കുറേ കൂടി നാട്ടിൽ നടക്കാൻ സാധ്യതയുള്ളൊരു കഥയാണ് എന്നുള്ള മട്ടിൽ ആഖ്യാനം അത്രമേൽ പരപ്പിലേക്ക് പോവുകയും ഡെപ്ത് കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ റിയാലിറ്റീനെ സംബന്ധിച്ച് ഒരു ചർച്ച വളരെ പ്രധാനപ്പെട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഈയിടെ ഈ അമിത് ചൗധരി, ഇന്ത്യൻ എഴുത്തുകാരനായ അമിത് ചൗധരിയുടെ ഒരു വളരെ പ്രശസ്തമായൊരു നോവലുണ്ട്, ദ ഫ്രണ്ട് ഓഫ് മൈ യൂത്ത് എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. ആ നോവലിൽ പറയുന്ന കാര്യങ്ങൾ ദീർഘകാലം വിദേശത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു എഴുത്തുകാരനായ അമിത് ചൗധരി ബോംബെയിൽ വരുന്നു. ബോംബെയിൽ അപ്പോൾ ആ താജിലെ ആക്രമണം നടന്നു കഴിഞ്ഞു, തീവ്രവാദ ആക്രമണം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ മുഴുവനും പഴയ
ടാജിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അദ്ദേഹം അവിടെ വന്ന് താമസിക്കുന്നു. അദ്ദേഹത്തിന് ബുക്ക് സൈനിങ്ങിന് വേണ്ടി വന്നതാണ്. അതാണ് അതിൻ്റെ നോവലിൻ്റെ ഒരു പ്രൊമൈസ് എന്ന് പറയുന്നത് അതാണ്. ആ ബുക്ക് സൈനിങ്ങിന് വരുമ്പോൾ അയാളുടെ ചെറുപ്പകാലത്തിലുള്ള ഒരു ചങ്ങാതിയെ കാണുന്നു. ഡ്രഗ് അഡിക്റ്റായിട്ട് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ചങ്ങാതിയെ അദ്ദേഹം വീണ്ടും കാണുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. അത് ഈ നോവലിനോടൊപ്പം തന്നെ അദ്ദേഹം അതിൽ വിവരിക്കുന്നൊരു കാര്യമുണ്ട്. എൻ്റെ എഴുത്ത് മുഴുവനും ആത്മകഥയാണ്, റിയലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കാരണം ഞാനിതിൽ എഴുതുന്നതൊന്നും റിയലായിട്ട് സംഭവിച്ചതല്ല. ഞാൻ ബുക്ക് സൈനിങ്ങിന് വന്നതാണ് എന്നുള്ളൊരു സത്യമാണ്. ഞാൻ ഈ ആക്രമണം കഴിഞ്ഞുള്ള ബോംബെയിലെ ടാജിൽ താമസിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ബാക്കി ഞാൻ എഴുതിയേക്കുന്നതൊന്നും സത്യമല്ല. അത് റിയലായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ നോവലിൽ എഴുതിയിരിക്കുന്നത്. നോവലിലെ റിയാലിറ്റി വേറെയാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തിൻ്റെ സത്യം, അതായത് റിയലിസം എന്ന് നമ്മൾ പറയുമല്ലോ, അത് നമ്മൾ ഇപ്പോൾ സപ്പോസ് അതൊരു റിയലിസ്റ്റിക് മൂവിയാണ് നമുക്ക് പറയാൻ വളരെ എളുപ്പമാണത്. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, ഒരു കഥാപാത്രത്തെ നമ്മൾ കണ്ടെത്തി അയാളെ ആ കഥാപാത്രമായിട്ട് വേഷം പിടിപ്പിച്ചിട്ട് അയാളെ ആ ഭാഷയിലേക്ക് എത്തിച്ചിട്ട് അയാളെ കൊണ്ടത് പറയിപ്പിച്ച് ക്യാമറ ഓൺ ചെയ്ത് ലൈറ്റ് കൃത്യമാക്കിയിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അതിൽ റിയാലിറ്റി മുഴുവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് മെയ്ഡപ്പ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമായിട്ട് മാറുന്നു. പലപ്പോഴും പല ആത്മകഥകളും ഇങ്ങനെ തന്നെയാണ്. ഇത് വളരെ സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നത് മിക്കവാറും എല്ലാം കള്ളം തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് എഴുതിയ ഒരു ആത്മകഥയുണ്ട്, ആത്മകഥാ വിവരണങ്ങളുണ്ട്, ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണ എന്ന് പറഞ്ഞത്. അത് അക്ഷരം പ്രതി സംഭവിച്ചതാണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല പണിയുണ്ടാന്ന് നോക്കാൻ പറയും അദ്ദേഹം. അത് മനോഹരമായിട്ട് എഴുതിയ ആത്മകഥയാണത്. അപ്പോൾ അതൊരു വർക്ക് ഓഫ് ആർട്ടാണത്. ഒരു വർക്ക് ഓഫ് ആർട്ട് റിയാലിറ്റി ജീവിതത്തിൽ കണ്ടതിന് ഡോക്യുമെൻ്റ് ചെയ്യലല്ല. ഡോക്യുമെൻറ്റേഷൻ ഒരിക്കലും ഒരു നല്ലൊരു വർക്ക് ഓഫ് ആർട്ടായിട്ട് തീരില്ല. അത് ഞാൻ നേരത്തെ ഓമാധവൻ്റെ കാര്യം പറഞ്ഞത് വീണ്ടും തുടരുകയാണ്. ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയ ഒരാളെ കയറി അടിച്ചു. അത് ജീവിതത്തിലെ നിയമങ്ങൾ വെച്ചുകൊണ്ടാണ് അയാളത് ചെയ്തത്. അയാളെ അവസാനിപ്പിക്കണമെങ്കിൽ അത് ചെയ്യണമായിരുന്നു. അത് കലയുടെ നിയമമല്ല. അയാൾ തിരിച്ച് കലയിലേക്ക് പ്രവേശിച്ചു. ഇത് രണ്ടാണ്. അപ്പോൾ ഈ അമിത് ചൗധരിയുടെ കാര്യം ഒന്നുകൂടി പറയുകയാണെങ്കിൽ അത് അയാൾ പോയതും ബുക്ക് സൈനിങ്ങിന് ഇരുന്നതും എല്ലാം ശരി തന്നെയാണ്. പക്ഷെ അതൊന്നും അല്ല ഈ നോവൽ. അപ്പോൾ ആ ഒരു വ്യത്യാസം, ഒരിക്കലും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നോവൽ എഴുതാൻ പറ്റില്ല, ബെൽസാക്കിന് പോലും പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ സത്യാത്മകമായ യാഥാർത്ഥ്യം സത്യാത്മകമായി അവതരിപ്പിക്കുന്ന ഒരു കൃതി അവതരിപ്പിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. റിയലിസം എന്നൊരു കാര്യം ഇല്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വെറുതെ ഒരു സൗകര്യത്തിന് വേണ്ടി നമ്മൾ പറയുന്നതാണ്. മാത്യു ചേട്ടൻ പറഞ്ഞ ആത്മകഥകളുടെ കാര്യം പറഞ്ഞല്ലോ, അതിൽ നിന്ന് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി വ്യക്തമാകുമെന്ന് എനിക്ക് തോന്നുന്നു. ആത്മകഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ് എന്നും പറഞ്ഞാണ് എഴുത്തുകാർ എഴുതുന്നത്. പക്ഷേ എഴുതുന്നയാളെക്കുറിച്ച് നാട്ടുകാർ എന്ത് വിചാരിക്കണം എന്ന് ചിന്തിച്ചാണ് അദ്ദേഹം അത് എഴുതുന്നത്. ആ ചിത്രങ്ങൾ മാത്രമാണ് പുള്ളി കൊടുക്കുന്നത്. പിന്നെ ഭാഷ വെച്ച് കാര്യങ്ങളെ മാറ്റിമറിക്കാനും പറ്റും. ഉദാഹരണത്തിന് പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ആത്മകഥ. നിത്യകന്യയെ തേടി കവിയുടെ കാൽപ്പാടുകൾ. കവിയുടെ കാൽപ്പാടുകൾ നമ്മൾ വായിച്ചു നോക്കുക. കവിയുടെ കാൽപ്പാടുകൾ ഞാൻ ഈയിടെ ഒന്നുകൂടി എടുത്ത് വായിച്ചു. പണ്ടൊന്ന് വായിച്ച് വളരെ ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. അതുകൊണ്ട് ഒന്നുകൂടി എടുത്ത് വായിച്ചപ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്ത് അദ്ദേഹം കുട്ടികളോടും സ്ത്രീകളോടും വളരെ ക്രൂരമായി പെരുമാറിയ മനുഷ്യനായിരുന്നു. പ്രത്യേകിച്ചും ഭാര്യയോട് വളരെ ക്രൂരമായി പെരുമാറിയ മനുഷ്യനായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് അദ്ദേഹം ഭാര്യയുടെ കൂടെ ഗുരുവായൂരമ്പലത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുണ്ട്, 15 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയായിട്ട് പുള്ളി അല്പം കമ്പനിയായിട്ട് ആ പെൺകുട്ടിയായിട്ട് അദ്ദേഹം നിരന്തര സമ്പർക്കത്തിൽ വരുന്നു. അവർ തമ്മിൽ ലൈംഗിക ബന്ധമുണ്ട്. ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് കവിയെ കയ്യോടുകൂടി കുഞ്ഞിരാമൻ നായരെ കയ്യോടെ ഭാര്യ പൊക്കുന്നു. കുഞ്ഞിരാമൻ നായർ പുറയിടത്തെ കണ്ടം വഴി ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷേ അദ്ദേഹം ആത്മകഥയിൽ എഴുതുന്നത് കവി നെല്ലറയിൽ ഒളിച്ചു എന്നാണ്. കവി നെല്ലറയിൽ ഒളിച്ചു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മാറുകയാണ്. ഭാഷ കൊണ്ട് അതിനെ മറികടന്നു. പോക്സോ കേസാണ്. പുള്ളിയുടെ ഭാഷ കൊണ്ട് മറികടന്നു. കവി നെല്ലറയിൽ ഒളിച്ചു. അതുപോലെ തന്നെ വേറെ സ്ഥലത്ത് പുള്ളി ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാമെന്ന് ഏറ്റു. ഒരുപാട് കല്യാണം പുള്ളി കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാമെന്ന് ഏറ്റു പുള്ളി വള്ളുവനാട് പരിസരം കണ്ടാണ്, ഭാരതപ്പുഴയുടെ തീരത്തം കണ്ട്. പുള്ളി കല്യാണത്തിന് സമയത്ത് ചെന്നില്ല.
പുള്ളി മനഃപൂർവ്വം ചെല്ലായിരുന്നു. വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞ് എന്നെ ഡൈവോഴ്സ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചു കൊടുത്തപ്പോൾ ഭാര്യ സമ്മതിച്ചില്ല. അപ്പോൾ പുള്ളി പോയില്ല. പക്ഷേ പുള്ളി അതിനെ ഭാഷ കൊണ്ട് മറികടക്കുന്ന കവി കല്യാണം മറന്നു. പെട്ടെന്ന് നമ്മൾ അങ്ങ് ഭയങ്കര കാൽപ്പനികരായിട്ട് അയ്യോ പുള്ളി ഒരു തെറ്റും ചെയ്തില്ല, പുള്ളി മറന്നുപോയി എന്നൊരു സ്ഥാനത്തോട്ട് എത്തുക എന്ന് പറഞ്ഞ പോലെ അത് റിയൽ അല്ല. അത് അദ്ദേഹത്തെക്കുറിച്ച് നാട്ടുകാരെന്ത് വിചാരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കവി എന്ന രീതിയിൽ എന്നെ എങ്ങനെ അടയാളപ്പെടുത്തണം, ഞാൻ ചെയ്ത തെറ്റുകളെ ഭാഷ കൊണ്ട് എങ്ങനെ മറികടക്കാമെന്ന് ആലോചിച്ചെഴുതിയൊരു കാര്യമാണ്. ഇത് തന്നെ ഫിക്ഷനിലുമൊക്കെ റിയലിസ്റ്റിക് എന്ന് കരുതുന്ന എഴുത്തിലുമെല്ലാം ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. മധുസൂദനൻ പറഞ്ഞ പോലെ തന്നെയാണത്. അതായത് നോസ്കാർഡ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ മൈസ്ട്രകൾ എന്ന് പറയുന്ന നോവൽ എഴുതുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ അനിയൻ, അദ്ദേഹത്തിൻ്റെ കാമുകിമാർ, ഭാര്യമാർ, ഇവരെ കുറിച്ചെല്ലാം, അച്ഛൻ്റെ ബന്ധുക്കൾ, ഇവരെക്കുറിച്ചെല്ലാം പറയുന്ന ഒരു റിയലിസ്റ്റിക് എന്ന് പറയാവുന്ന ഒരു ആത്മകഥ എന്ന് പറയാവുന്ന ഒരു നോവലാണത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു നോവൽ എന്ന് പറയുന്നത്? അതിനകത്ത് ഫിക്ഷനാണ്, നല്ല ശതമാനം ഫിക്ഷനാണ്. എന്നാൽ അതിനകത്ത് റിയലായിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും ഫിക്ഷൻ്റെ സ്വഭാവത്തിൽ അരച്ചു ചേർത്ത കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് റിയലിസം എന്ന് പറയുന്ന ഒരു കാര്യം എഴുത്തിലില്ല. ഇത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ അതൊരു വർക്ക് ഓഫ് ആർട്ട് ആയിട്ട് മാത്രമേ നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഒരു സാധ്യത ഇല്ലെന്ന് തന്നെ ഞാൻ കരുതുന്നു. നോസ്കാർഡിൻ്റെ വർക്ക് അതിൻ്റെ 6ാമത്തെ പാർട്ട്, അവസാനത്തെ പാർട്ടിൽ നോസ്കാർഡ് ഈ റിയാലിറ്റി ഫിക്ഷൻ്റെ ഒരു ചർച്ച തന്നെ, വലിയൊരു ചർച്ച തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ PK ബാലകൃഷ്ണൻ്റെ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും, അപ്പോൾ അത് മൊത്തം വായിച്ചു കഴിഞ്ഞിട്ട് അതിന് അവസാനം നല്ല കഥ എന്ന് എഴുതി വെക്കുന്നുണ്ട്. ഒരു വായനക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്, വായനക്കാരിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചരിത്രത്തിനെ സംബന്ധിച്ചുള്ള ചരിത്രം, ഇപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ചരിത്രം എടുക്കുന്നുണ്ട്. പലതരത്തിലുള്ള, ഇപ്പോൾ കാപ്പിരി മുത്തപ്പൻ്റെ അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ടും മിത്തും വാമൊഴിയും അത്തരത്തിലുള്ള ചരിത്രങ്ങൾ പുറകെ നടക്കുന്നുണ്ട്. അപ്പോൾ ചരിത്രത്തിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? അതിൻ്റെ ഏത് എലമെൻറ്റിലാണ് നിങ്ങൾ തൊടുന്നത്? പലരും പല രീതിയിലാണ് തൊടുക. ഇപ്പോൾ ഒരു ആർക്കൈവ് ചെയ്യുന്ന ഒരാൾ ഒരു നോട്ടല്ല, ഒരു ചരിത്ര പണ്ഡിതൻ്റെ നോട്ടല്ല, ഒരു ഗവേഷക വിദ്യാർത്ഥിയുടെ നോട്ടല്ല, അല്ലെങ്കിൽ ഒരു പൊതു PSCക്കൊക്കെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള ഒരു ചരിത്ര കൗതുകമോ നോട്ടമോ അല്ല. ഒരു ഫിക്ഷനിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലോ പല രീതിയിൽ. ഇപ്പോൾ കൊച്ചിയുടെ എഴുത്തുകാരെന്നൊക്കെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ വിളിക്കപ്പെടുന്നുണ്ട്. അത് വേറൊരു കൗതുകമുള്ള കാര്യം. നിങ്ങളുടെ തന്നെ സംസാരത്തിൽ നിന്ന് കിട്ടിയൊരു കാര്യം, ഈ ഒരു വംശാവലി നിങ്ങൾ പ്രത്യേക രീതിയിൽ നിങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട്. കോട്ടയം കഥാകാരുടെ ഒരു പട്ടികയിൽ ഇപ്പോൾ പൊൻകുന്നം വർക്കി വരുന്നു, അല്ലെങ്കിൽ ബഷീർ വരുന്നു, ഇങ്ങനെ വരുന്നൊരു കാരൂർ വരുന്ന പട്ടികയിൽ ഒടുക്കം ഇങ്ങനെ അറ്റത്തുള്ളൊരു കണ്ണിയായിട്ട് ഹരീഷിനെ പ്രത്യേക രീതിയിൽ സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ മിസ്സായി പോകുന്ന കുറേ ആൾക്കാരുണ്ട്. കോട്ടയത്ത് തന്നെ എഴുതുന്ന കുറേ ആൾക്കാർ അതിൽ മിസ്സിംഗ് ആണ്. ഇതുപോലെ PF മാത്യൂസ് അടയാളപ്പെടുത്തുന്നത് ഈ അവർണ ദളിത് പക്ഷത്തൊക്കെ നിന്ന് എഴുതുന്ന പോത്തേരി കുഞ്ഞമ്പൂയിൽ നിന്ന് ആരംഭിച്ച് വാര്യത്ത് ചോറി പീറ്ററിലൂടെ വന്ന് പോഞ്ഞിക്കര റാഫിയിലൂടെ വന്ന് പിന്നെ ഇങ്ങോട്ട് PF മാത്യൂസിലേക്ക് വരുന്നൊരു വംശാവലി, ഒരു ജിനിയോളജി വരുന്നുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണ് നിങ്ങൾ ഇതാക്കുന്നത്? ഈ ഒരു വംശാവലി, അതിൻ്റെ ഒരു പ്രാധാന്യം, പ്രസക്തി എന്താണ്? ഇതിൻ്റെ ഒരു റീറീഡിങ്ങുകളുടെ സാധ്യത എന്താണ്? പുനർവായനകൾ ഇപ്പം നിങ്ങളുടെ തന്നെ ഇപ്പോൾ 96 വരുന്ന ചാവുനിലം അത് ഏറെക്കുറെ ഒരു തമസ്കരിക്കപ്പെട്ട രീതിയിൽ നിൽക്കുകയും പിൽക്കാലത്ത് അത് ഏറ്റെടുക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ഹരീഷിൻ്റെ വർക്കുകളിൽ ഈ ഒരു വംശാവലി സ്വഭാവമുണ്ട്. വംശാവലി എന്ന് വെച്ചാൽ പറച്ചിലുകളിൽ നിങ്ങളുടെ ഭാഷണങ്ങളാണ് കൂടുതൽ ഇതിനു വേണ്ടി ഡിഗ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു കാര്യമാണ് നിങ്ങളുടെ മൊത്തം ഇതിൽ നിങ്ങൾ സിറ്റുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളൊരു പ്രത്യേക രീതിയിൽ. എനിക്കറിയില്ല അത് ബോധപൂർവമാണോ എന്നറിയില്ല. ഈ പറച്ചിലിൽ നിന്ന് എനിക്ക് കിട്ടുന്നൊരു കാര്യം, എഴുത്തുകാരുടെയോ അല്ലെങ്കിൽ പൊതുവെ രചയിതാക്കളുടെ ഒരു കാലക്രമപരമായിട്ടുള്ളൊരു സംഗതിയിൽ നിങ്ങളെ സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? ഈ മുൻഗാമികൾ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന അവരുടെ ഒരു പ്രസക്തി, ആ എഴുത്തുകളുടെ ഒരു പ്രസക്തി, കണ്ടംപററി വാല്യൂ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് നിങ്ങൾക്ക് പറയുന്നു. സത്യം പറഞ്ഞാൽ ഒരു ഫിക്ഷൻ എഴുതുമ്പോൾ ഇങ്ങനെ ഒന്നും ആലോചിക്കുന്നൊന്നുമില്ല. അത് ഇപ്പോൾ ചാവുനിലം എഴുതുമ്പോൾ അതെവിടെ ചെന്ന് അവസാനിക്കുന്ന പോലും എനിക്കറിയില്ല. അത് ഓരോ ദിവസവും എഴുതി ഞാൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഹരീഷ് അങ്ങനെ ആയിരിക്കും എനിക്കറിയില്ല. എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. എല്ലാ നോവലുകളും ഞാൻ എഴുതി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം എഴുതി കഴിഞ്ഞ് ഒരാളും വിലയിരുത്തുന്നില്ല, ഒരാളും അഭിപ്രായം പറയുന്നില്ല. ഇപ്പോൾ ഒരു മതിലിനോട് സംസാരിച്ചാൽ പോലും ഒരു പ്രതിധ്വനി ഉണ്ടാവും. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം നോവൽ എഴുത്ത് അങ്ങനെ തന്നെയായിരുന്നു. ഹരീഷിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ആദ്യം തന്നെ അടി കിട്ടി ഹരീഷിന്. അത് കഴിഞ്ഞാണ് പിന്നീട് ആളുകൾ സ്തുതിക്കാനും കണ്ടെടുക്കാനും സ്തുതിക്കാനും ആഘോഷിക്കാനും ഒക്കെ തുടങ്ങിയത്. അപ്പോൾ ഈ നമ്മൾ എഴുതി തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും ആലോചിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് വിലയിരുത്താൻ നിരൂപകരും ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ എഴുതിയ ആൾ തന്നെ ചിലപ്പോൾ ഒന്ന് തിരിഞ്ഞെന്ന് ആലോചിക്കുക, എവിടെയാണ് ഞാൻ നിൽക്കുന്നത്.
മുഴക്കം കഥാസമാഹാരം ഇറക്കിയപ്പോൾ അതിൻ്റെ ആമുഖമായിട്ട് ഞാൻ ആലോചിച്ചു, ഇത്രയും കഥകൾ ഞാൻ ഇതിനകത്ത് എഴുതി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എൻ്റെ കഥകൾക്ക് മലയാള ചെറുകഥാ സാഹിത്യ ശാഖയിൽ എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടോ, ഉണ്ടെങ്കിൽ ആ സ്ഥാനം എവിടെയാണെന്ന് സ്വയം ചോദിച്ചുകൊണ്ടാണ്. ഈ ചോദ്യമാണ് പിന്നീട് എഴുതുന്ന ആൾ സ്വയം ചോദിക്കുന്നത്. കാരണം ഇവിടെ അങ്ങനെ ചോദിക്കേണ്ട ആളുകൾ, ഇയാളുടെ സ്ഥാനം എന്താണെന്ന് അടയാളപ്പെടുത്തേണ്ട ആളുകളൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എഴുത്തുകാരൻ തന്നെ സ്വയം ചോദിക്കേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് ഇത് വാര്യത്ത് ജോറി പീറ്റർ, അതിനു മുമ്പ് പോത്തേരി കുഞ്ഞമ്പു, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ശാഖകളായിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സത്യമാണോയെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് തോന്നിയത് നമുക്ക് കംഫർട്ടബിളാണ് ഏതായാലും, കാരണം വളരെ ശരിയായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും വന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഒരു വളരെ കോടീശ്വരനായ ഒരാളുടെ ജീവിതം എഴുതാനായിട്ട്, അവരുടെ ഒരു കഥ എഴുതാനായിട്ട് വന്നു. കോടീശ്വരനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത്, അവിടെ അടുക്കള പണിക്കാരുണ്ടാവില്ലേ, തോട്ടപ്പണിക്കാരുണ്ടാവില്ലേ, ചേരിയിൽ താമസിക്കുന്ന ആളുകൾ അവിടെ ജോലി ചെയ്യാൻ വരുന്നില്ലേ, അവരുടെയൊക്കെ കഥകൾ എഴുതുകയാണെങ്കിൽ അവരുടെ കണ്ണിൽ കൂടി കാണുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കില്ല എന്നാണ് ചോദിച്ചത്. പക്ഷെ അത് വേണ്ട, അത് ശരിയാവില്ല എന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് സാധിക്കുന്നില്ല, കാരണം ഞാൻ ആ ജീവിതത്തിൽ ഇടപഴകിയിട്ടില്ല അന്ന്. അപ്പോൾ ഞാൻ കണ്ടൊരു ജീവിതം വളരെ ലോവർ മിഡിൽ ക്ലാസ്സിലുള്ള ജീവിതമാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ കേട്ട ചരിത്രം അങ്ങനത്തെയാണ്. അതിപ്പോൾ ഈ ജോസഫ് ക്യാമ്പലൊക്കെ മിത്തുകളെക്കുറിച്ച് പറയുമല്ലേ, ഇപ്പോൾ ഈ എന്താ പറയുന്നത്, ഈ കാപ്പിരി മുത്തപ്പൻ, അതൊരു മിത്താണല്ലോ അത്. അപ്പോൾ ആ മിത്തിന് കൃത്യമായൊരു കഥയുമുണ്ട് അതിൻ്റെ പിന്നിൽ. അപ്പോൾ ഇത് അന്വേഷിച്ച് ഞാൻ കുറേ നടന്നിട്ടുണ്ട്. ഇത് മുഴുവൻ എനിക്ക് സാധാരണ മനുഷ്യരിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഈ അമ്മൂമ്മമാർ, അപ്പൂപ്പന്മാർ ഒക്കെയുള്ള വയസ്സായ അടുത്തുള്ള വീട്ടിലുള്ളവരും ഇടവനക്കാട് ആ ഭാഗത്തുള്ള ആളുകളിൽ നിന്നൊക്കെയാണ് എനിക്ക് അതിൻ്റെ കഥകൾ മുഴുവൻ കിട്ടിയിരിക്കുന്നത്. ഒരിക്കൽ ഞാൻ പണ്ട് പോഞ്ഞിഗ്രാഫി ജീവിച്ചിരുന്ന കാലത്ത് ചാവുന്നല എഴുതുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണാൻ ശ്രമിച്ചിരുന്നു. എനിക്കറിയേണ്ടത് ഈ കാപ്പിരിയുടെ മിത്തുകളുടെ കഥകൾ വല്ലതും റാഫി മാഷിന് അറിയാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ പോയി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പലരോടും നമ്മളിങ്ങനെ ചോദിച്ചു നടക്കുന്നു. നമ്മൾ ഈ ആളുകളിൽ നിന്ന് തന്നെയാണ് ഇത് മുഴുവൻ എടുക്കുന്നത്. ചിലപ്പോൾ ഒരാൾ പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് മുഴുവനും ഒരു എന്താ പറയുക, വളരെ ലോവർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളിൽ നിന്നാണ് നമ്മൾ ഇത് മുഴുവൻ ശേഖരിക്കുന്നത്. എഴുതാനുള്ള എല്ലാ ഊർജ്ജവും ശേഖരിക്കുന്ന അവിടെ നിന്നാണ്. അതുകൊണ്ടാണ് പിന്നീട് വിലയിരുത്തുമ്പോൾ നമ്മൾ പോത്തേരി കുഞ്ഞമ്പുവിലേക്കും വാര്യത്ത് ജോറി പീറ്ററിലേക്കും പോഞ്ഞിഗ്രാഫിയിലേക്ക് പോകുന്നത് അവിടെ നിന്ന് തന്നെയാണ്. നമുക്കതിനപ്പുറം ഒരു സ്പേസ് ഇല്ല, അവിടെ എങ്ങും ജീവിച്ചിട്ടില്ല. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ജീവിച്ച ജീവിതത്തിൽ നിന്നല്ലേ നമുക്കിത് ആവിഷ്കരിക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു പക്ക ഫാൻറ്റസി എഴുതുമ്പോൾ പോലും നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ജീവിച്ച മണ്ണിലും ഒക്കെ അതിലെവിടെയൊക്കെയോ അത് വേരുകൾ ആഴ്ത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ മിത്തുകളെല്ലാം പണ്ട് മനുഷ്യർ ജീവിച്ച കഥകളല്ലേ എന്ന് പറയുന്നുണ്ട് അടിയാളപ്രദത്തിൽ, ഒരു കഥാപാത്രം പറയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണത്. ഈ ജോസഫ് കാമ്പലിൻ്റെയൊക്കെ പഠനത്തിൽ പറയുന്നത് അങ്ങനെയാണ്. ഈ അദ്ദേഹം ഹീറോസ് ജേർണി എന്നും പറഞ്ഞിട്ട് ഒരു ഇത് തന്നെ ഉണ്ടാക്കി, ഒരു ചാർട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മളുടെ എല്ലാ പുരാണങ്ങളിലും അവസാനം ജോർജ് ലൂക്കാസിൻ്റെ സ്റ്റാർ വാഴ്സിൽ വരെ നീണ്ടു നിൽക്കുന്നുണ്ടെന്ന് പറയുന്നത് ആ ഹീറോയുടെ യാത്ര എല്ലാം ഒന്ന് തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ അനുമാനിക്കുന്നതാണത്. നമ്മളുടെ ഒരു വരവ് ഇങ്ങനെയാണ് എന്ന് അനുമാനിച്ച് എടുക്കുന്നതാണത്. അപ്പോൾ ഇത് വിരൽ ചൂണ്ടുന്നത് ഇതാണ്. ഇവിടെ ഒരു സാഹിത്യമുണ്ട്, ഇവിടെ കലാ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് കാണാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിനകത്തുണ്ട്. ഇത് വിലയിരുത്താൻ ആളുകളുണ്ടോ, നിരൂപകരില്ല എന്നുള്ളൊരു വസ്തുത നമുക്ക് തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് എഴുതുന്ന ആൾ തന്നെ അവനവൻ്റെ സ്ഥാനം എവിടെയാണെന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. ഈ ജീവിതം ഒരു ജീവികൾ തുടർച്ചയാണെന്ന് പറയുന്നത്, ജീവികൾ തുടർച്ചയാണല്ലോ എന്ന് പറയുന്നത്, ജീവൻ തുടർച്ചയായിട്ട് നിലനിൽക്കുന്നതാണല്ലോ. അതുപോലെ തന്നെയാണ് എഴുത്തും അങ്ങനെ തന്നെയാണ്, തുടർച്ചയായിട്ടാണ് നിലനിൽക്കുന്നത്. മുൻ എഴുത്തുകാരുടെ എഴുത്തില്ലെങ്കിൽ നമ്മുടെ എഴുത്തില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ തുടങ്ങുന്നത് മുൻ എഴുത്തുകാരിൽ നിന്നാണ് തുടങ്ങുന്നത്, അല്ലാതെ വെറുതെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് എഴുത്ത് തുടങ്ങുകയല്ല ചെയ്യുന്നത്. അവരുണ്ടാക്കിയ അടിത്തറയിൽ നിന്ന് പിടിച്ചാണ് നമ്മൾ എഴുതുന്നത്. നമ്മളിപ്പോൾ ഒരു നോവൽ എഴുതാൻ തയ്യാറെടുക്കുന്നത്, അല്ല നോവൽ എഴുതണമെന്ന് തീരുമാനിക്കുന്ന ഒരുപാട് നോവൽ വായിച്ച അനുഭവത്തിൽ നിന്നാണ്, അല്ല ഒരുപാട് കഥകൾ വായിച്ച അനുഭവത്തിൽ നിന്ന്. അതാണ് നമ്മളെ എഴുത്തുകാരനായിട്ട് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആ തുടർച്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ കാവാലം വിശ്വനാഥക്കുറുപ്പ് എന്ന് പറയുന്ന എഴുത്തുകാരൻ കുട്ടനാടിനെ, അതിൻ്റെ മിത്തുകൾ, പാട്ട്, കുട്ടനാടിൻ്റെ താളം എന്ന് പറയുന്ന, കുട്ടനാടിൻ്റെ താളം എന്ന് പറഞ്ഞ ചെറിയ പുസ്തകമുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ നോവലുകളുണ്ട്. ഇപ്പം ചെളി, കായൽ രാജാവ് തുടങ്ങിയ നോവലുകളുണ്ട്. അധികം വായിക്കപ്പെട്ട നോവലുകളല്ല. ഇപ്പോൾ ഏതെങ്കിലും പഴയ ലൈബ്രറിയിൽ പോയാൽ കിട്ടും അത്. അപ്പോൾ അദ്ദേഹം കുട്ടനാടിനെ എഴുതിയപ്പോൾ കുട്ടനാടിൻ്റെ മിത്തുകൾ, കഥകൾ എല്ലാം കൂടെ
കലർത്തിയാണ് കുട്ടനാടനെ എഴുതിയത്. തകഴി അങ്ങനെയല്ലത് എഴുതിയത്. തകഴി മുമ്പ് റിയലിസം എന്ന് പറയുന്ന രീതിയിലുള്ളൊരു എഴുത്താണ് തകഴി എഴുതിയത്. ഇത് രണ്ടും രണ്ടാണ്. അപ്പോൾ ഇവർ എഴുതിയ കുട്ടനാടില്ലെങ്കിൽ എനിക്ക് കുട്ടനാടിനെ എഴുതാൻ പറ്റില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് തീർച്ചയായിട്ടും ഞാൻ എഴുതുന്നത്. അതിനെ കൂടുതൽ നന്നാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വേറൊരു കാര്യം. പക്ഷേ അത് അവരെഴുതിയില്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റില്ല. അതിപ്പം നേരെ തന്നെ അത് എഴുത്തിൽ സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ 2023 ജെയിംസ് എന്ന് പറയുന്ന ഒരു നോവൽ ഇംഗ്ലീഷ് ഇറങ്ങി. ബുക്കർ പ്രൈസിലൊക്കെ വന്ന ജെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ വായിച്ച മാർക്ക് ട്വെയിൻ്റെ ടോം സോയറിലെ ഹക്കിൾബറി ഫിൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ എടുത്ത് അയാളെ വെച്ചുകൊണ്ട് എഴുതിയ നോവലാണ് ജെയിംസ് എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനല്ലേ ജിമ്മിനെ എടുത്തുകൊണ്ട് ഹക്കിൾബറി ജിമ്മിനെ എടുത്തുകൊണ്ട് ജെയിംസ് എന്ന് പറഞ്ഞ കഥാപാത്രമാക്കി ജെയിംസ് എന്ന് പറയുന്ന നോവൽ വരുന്നു. അതാണ് തുടർച്ച എന്ന് പറയുന്നത്. അങ്ങനെ തുടർച്ച എഴുത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബഷീറിനെ കുറിച്ച് പറയുന്നത്. ബഷീർ ഏതാണ്ട് എൻ്റെ നാട്ടുകാരാണ്, തലയോപ്പറമ്പുകാരാണ്. അപ്പോൾ ബഷീർ എഴുതിയില്ലെങ്കിൽ അത് വായിച്ചതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ വേറെ എഴുതണം എന്ന് തീരുമാനിക്കുന്നത്. അത് നന്നാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വേറൊരു കാര്യം വായനക്കാരാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. അതാണ് ആ വംശാവലി അല്ലെങ്കിൽ ആ തുടർച്ച എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം എവിടെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ജൈവിക തുടർച്ച അതിൽ നിന്നൊരു അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ വരുന്നത് എസ് ഹരീഷിൻ്റെ പൊതുവെയുള്ള സംസാരങ്ങളെല്ലാം ഒരു സയൻറ്റിഫിക് ടെമ്പർ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഇവല്യൂഷണറി ആയിട്ടുള്ള, ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം നാട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ വിദഗ്ധരാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ ബുദ്ധിജീവി എന്താ ചെയ്യേണ്ടത്? ബുദ്ധിയുള്ള ആളാണെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ് വേണ്ടതെന്നൊക്കെ ഹരീഷ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. കാരണം ഒരു വൈദഗ്ധ്യം ആവശ്യമുള്ള കുറേ ഉണ്ടെന്ന് ഓൾറെഡി കൺസീവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇവല്യൂഷണറി ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ, ജൈവിക തുടർച്ച, പിന്നെ കുടുംബത്തിനെ സംബന്ധിച്ചിട്ടുള്ള കുടുംബം വളരെ ഇവല്യൂഷണറി ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മാനുഷികമായിട്ടുള്ള പരിണാമത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് കുടുംബം എന്നുള്ളൊരു ധാരണ ഹരീഷിലുണ്ട്. അതുപോലെ നന്മ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അതിജീവനത്തിനുള്ള ഒരു ഉപാധി മാത്രമാണെന്നൊക്കെ ഈ നമ്മുടെ മൊറാലിറ്റിനൊക്കെ ഈ രീതിയിൽ ഹരീഷ് നോക്കിക്കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാത്യൂസിൽ വരുമ്പോഴും ഈ ഒരു സയൻറ്റിഫിക് ടെമ്പർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു അവബോധം എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുത്തിൻ്റെ മേഖലയിൽ, ആഖ്യാനത്തിൻ്റെ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. പൊതുവേ ഇപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് സാങ്കേതികവിദ്യയാണ്, ടെക്നോളജിയാണെന്നുള്ള മട്ടിൽ ചുരുക്കി കാണുന്ന ഒരു പ്രവണത നമ്മളങ്ങനെ വിചാരിക്കുന്നു. കുറേ വലിയ റോക്കറ്റ് ഉണ്ടാക്കി ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഡിവൈസുകൾ ഉണ്ടാകുന്നു, ഇതാണ് ശാസ്ത്രം എന്ന് മനസ്സിലാക്കുമ്പോൾ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ളൊരു വെളിവ് എന്ന് പറയുന്നത് വളരെ മറ്റൊരു സയൻസികമായിട്ടുള്ളൊരു വെളിവ് എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ആലോചന അറിയാൻ കൗതുകമുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങളോട് ഇതുവരെ രണ്ടുപേരോട് ചോദിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ ഇതൊരു ആദ്യത്തെ ചോദ്യമാണെന്ന് കരുതുന്നു. അതെ, ആരും എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഈ സയൻറ്റിഫിക് ടെമ്പർ വളരെ പ്രധാനമാണ് ജീവിതത്തിലും എഴുത്തിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പേഴ്സണലി. മലയാള സാഹിത്യത്തിൽ അങ്ങനെയാണ് മിക്കവാറും അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയാണിത്. സിനിമയിലും സാഹിത്യത്തിലും എല്ലാം അങ്ങനെയാണ്. അന്ധവിശ്വാസം നല്ലതാണെന്ന് ഇവരെ പറയുകയും അതിനെ അങ്ങനെ എഴുതുകയും ചെയ്യുന്ന എഴുത്തുകാരുണ്ട്. അതിനെ വായനക്കാർ ആഘോഷിക്കാറുണ്ട്. ഞാൻ അങ്ങനെ കരുതുന്നില്ല. സയൻസാണ് മനുഷ്യനെ തീർച്ചയായിട്ടും മാറ്റിയത്. നമ്മളിവിടെ ഇരിക്കുന്നത് തന്നെ ശാസ്ത്രം കൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതിൻ്റെ പദാവലി പോലും എഴുത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് തെറ്റില്ലെന്ന് ഞാൻ കരുതും. ഇപ്പോൾ സോൾനോയിഡ് എന്ന് പറഞ്ഞ നോവലിൻ്റെ കാര്യം മുമ്പേ പറഞ്ഞില്ലേ. സോൾനോയിഡ് എന്ന് പറയുന്ന ഒരു ഫിസിക്സിലെ ഒരു സംഭവമാണ് സോൾനോയിഡ്. അതിനെ വെച്ചൊരു നോവൽ എഴുതാമെന്ന് ആ എഴുത്തുകാരൻ തെളിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിനുപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കരുതുന്ന സാഹിത്യ ഭാഷയേ അല്ല. അതിനകത്ത് വേറൊരു സയൻസിൻ്റേതായ പദാവലിയാണ് അദ്ദേഹം പലപ്പോഴും ഉപയോഗിക്കുന്നത്. അതുപോലെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വീക്ഷണം, പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ആത്മീയതയുടെ തലത്തിൽ നിന്നല്ല ആലോചിക്കുന്നത്. ഉപനിഷത്ത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നില്ല. അത് നമ്മുടെ ഇന്ന് വരെയുള്ള പ്രപഞ്ചവിജ്ഞാനീയത്തിൻ്റെ സയൻസിനെ മുന്നിൽ വെച്ചാണ് സംസാരിക്കുന്നത്. നമുക്കൊരു പ്രപഞ്ചവീക്ഷണം ഉണ്ടാക്കാമല്ലോ. ഈ പ്രപഞ്ചവീക്ഷണം അല്ലേ എന്താ പറയുന്നത്, ഗാലക്സികളെ കുറിച്ചുള്ള ധാരണ, നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ധാരണ, സ്പേസിനെ കുറിച്ചുള്ള ധാരണ, ഇതെല്ലാം രൂപപ്പെടുത്തേണ്ടത് 2026 നമ്മൾ ജീവിക്കുമ്പോൾ സയൻസ് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ നമ്മൾ ഇന്ത്യൻ ആത്മീയതയോ നമ്മുടെ ഇവിടുത്തെ പഴയ പുരാണങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മതഗ്രന്ഥങ്ങളോ അല്ല രൂപപ്പെടുത്തേണ്ടത്. എഴുത്തുകാരനെയും ആ തരത്തിൽ രൂപപ്പെടുത്തേണ്ടത് സയൻസ് തന്നെയാണെന്നാണ് എൻ്റെ നിലപാട്. സയൻസാണ് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഇവിടെ ഇരുത്തുന്നത് സയൻസാണ്. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വരുന്ന കലകൾ, സിനിമ നമ്മുടെ ആധുനിക കാലത്ത് രൂപപ്പെട്ടൊരു കലയാണ്, ഏകകല സിനിമയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ കല ഉണ്ടായത്? സാങ്കേതികവിദ്യയല്ല സയൻസുകാരാണ് അതുണ്ടായത്. അത് ബാക്കി കലകളെല്ലാം യോജിപ്പിക്കുന്ന കലയാകുന്നത് എന്തുകൊണ്ടാണ്? സയൻസ് കൊണ്ടാണ്. അതുപോലെ നമ്മുടെ കൺമുന്നിൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന കലയും സിനിമയാകുന്നത് അതുകൊണ്ടാണ്. സിനിമ എന്നതിൽ നിന്ന് മാറി അത് വീഡിയോ ഗെയിമിലേക്ക് പോകുന്നു,
ഒരുപാട് കാര്യങ്ങളിലേക്ക് സിനിമ വളരുകയാണ്. അനിമേഷനിലേക്ക് വളരുന്നു, എന്താ പറയുന്നത്, AI വളരുന്നു. ഇതെല്ലാം വളരുന്ന ഭാവനയെ മനുഷ്യൻ്റെ ഭാവനയെ അതിജീവിക്കുന്ന തരത്തിൽ സയൻസ് വളരുകയാണ്. ഉദാഹരണത്തിന് ഇപ്പം ഒരുപാട് സയൻസ് ഫിക്ഷൻ നോവലുകൾ സിനിമയും കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇറങ്ങിയായിരുന്നു. നമ്മൾ പലതും വായിച്ചിട്ടുണ്ട്. അതിൽ ഒരിടത്ത് പോലും ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ സാധനത്തെ ഭാവന ചെയ്യാൻ ഒരു എഴുത്തുകാരനും പറ്റിയിട്ടില്ല. വലിയ ഭാവനാശാലികളാണ് എഴുത്തുകാരെന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന കാര്യം വരുമെന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. ആകപ്പാടെ ഉള്ളത് 1984 എന്ന് പറഞ്ഞ ജോർജ് ഓർവെലിൻ്റെ നോവലിൽ ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. എല്ലാം നിരീക്ഷിക്കുന്ന ബിഗ് ബ്രദറിനെ കുറിച്ചുള്ള അത് വേണമെങ്കിൽ അതിൻ്റെ ഒരു സൂചനയാണെന്ന് പറയാം. എങ്കിൽ പോലും അദ്ദേഹത്തിന് പോലും ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സാധനത്തെ വിഭാവന ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇൻ്റർനെറ്റ് നമ്മുടെ ജീവിതത്തെ മാറ്റി, കംപ്ലീറ്റ് മാറ്റി. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഭാവന സയൻറ്റിഫിക് ടെമ്പർ ഉള്ളതായിരിക്കണം എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഉറപ്പായിട്ടും. അതെ 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 അതെ. ഇപ്പം ഞാനിപ്പോൾ കിൻഡിലിൽ വായിക്കാറുണ്ട്. കിൻഡിലിൽ വായിക്കുമ്പോഴത്തേക്കും ഇന്നിപ്പോൾ ട്രെയിനിൽ ഇരുന്നപ്പോൾ അലജാൻദ്രോ സംബ്ര എന്ന് പറഞ്ഞ എഴുത്തുകാരുണ്ട്. അവിടെ ചിലിയിലെ വളരെ ഇപ്പോഴത്തെ സെൻസേഷൻ എന്ന് പറയാവുന്ന ഒരു എഴുത്തുകാരാണ്. 50 വയസ്സുള്ള എഴുത്തുകാരാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അദ്ദേഹം ചിലിയിലെ ഒരു തെരുവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കിൻഡിൽ വിക്കിപീഡിയ ആയിട്ട് കണക്റ്റഡാണ്. നമ്മൾ അവിടെ ഒരു വിരൽ തൊട്ട് നോക്കുമ്പോൾ നമ്മൾ ആ തെരുവിൻ്റെ വിവരങ്ങളിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ യോസയുടെ ഏറ്റവും പുതിയ നോവൽ വായിക്കുമ്പോൾ അവിടുത്തെ അതൊരു സംഗീതത്തെക്കുറിച്ചാണ് നോവൽ. സംഗീതത്തിൽ ഒരു പ്രത്യേക സംഗീതജ്ഞനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ വിരൽ വെച്ചാൽ അയാളിലേക്കാണ് പോകുന്നത്, അയാളുടെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ദസ്തയേവ്സ്കിയുടെ ഒരു നോവൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ വായിച്ചതും ഈ നൂറ്റാണ്ടിൽ വായിക്കുന്നതും അത് വലിയ വ്യത്യാസം വരുന്നത് കൊണ്ടാണ്. നമുക്ക് കൂടുതൽ അറിവിലേക്ക് അത് പോകും. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പോകുമ്പോൾ വേറെ തെരുവുകളിലേക്കും അവിടുത്തെ വേറെ ജീവിതത്തിലേക്കും അവിടുത്തെ ചരിത്രത്തിലേക്കും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. വേറെ ലിങ്കുകളിലേക്ക് പോകാൻ പറ്റും. ഈ ലിങ്കുകളിലേക്ക് പോകുന്നത് നമ്മുടെ വായനയെ വലുതാക്കും, വായനയെ വിപുലപ്പെടുത്തും. അത് നമുക്ക് സഹായകരമാകുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് അത്തരം ശാസ്ത്രം നമ്മുടെ വായനയെ, നമ്മുടെ എഴുത്തിനെ എല്ലാം മാറ്റുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിനെ കാണാതിരിക്കാൻ പറ്റില്ല. അല്ല, സ്വാഭാവികമായിട്ടും ഹരീഷ് പറഞ്ഞത് ആവർത്തിക്കാനാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാം നമ്മളൊരു പുരാണത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ത്യയിൽ കണ്ടുപിടിക്കാത്തതൊന്നും ലോകത്തുണ്ടായിട്ടില്ല, ഇന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നും മറ്റുമുള്ള ഒരു ആലോചനകളും അത്തരം അടിച്ചേൽപ്പിക്കലുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന, അതിനി അതൊന്നും ആവർത്തിക്കേണ്ട കാര്യം പഴകി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശാസ്ത്രീയമായ ഒരു ടെമ്പർ ഇല്ലാതെ ഒരു എഴുത്തുകാരന് മുന്നോട്ട് പോകാനൊന്നും സാധിക്കില്ല. പക്ഷേ അത് ഒരു ഭാവന എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമുക്ക് ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്യാവുന്ന, യുക്തിഭദ്രമായിട്ട് അനലൈസ് ചെയ്യാവുന്നതുമല്ല എന്നുള്ളൊരു കാര്യം കൂടി അവിടെ പ്രത്യേകിച്ച് പറയാനുണ്ട്. പിന്നെ ഈ ഹൈപ്പർ ലിങ്കുകളിലൂടെയുള്ളൊരു സഞ്ചാരം, ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കാഫ്ക ഓൺ ദി സീഷോർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ കഥാപാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട്, സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് പെട്ടെന്ന് കേൾക്കണം എന്ന് തോന്നുകയും നമ്മൾ ആ പാട്ട് കേൾക്കുകയും ചെയ്യും, അത് കേട്ടുകൊണ്ട് വായിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു വായന ഒക്കെ ഇപ്പോൾ ഈ മാറിയ സാഹചര്യത്തിൽ നമുക്കുണ്ടാകുന്നുണ്ടത്. അപ്പോൾ കൂടുതൽ എന്താണ് ഇതിൽ കൂട്ടിച്ചേർക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത്രയൊക്കെ തന്നെയാണ് ഹരീഷ് പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വായന വേറെ ഇതിലേക്ക് പോകുന്നതിനെക്കുറിച്ച് മാത്യുസേട്ടൻ പറഞ്ഞതിന് തുടർച്ചയായിട്ടൊരു അനുഭവ വീഡിയോ ഉണ്ടായി. നമ്മുടെ ക്യാമറാമാൻ വേണുവിൻ്റെ ഒരു പുസ്തകം ഇറങ്ങിയിരുന്നു, അതിൻ്റെ പേര് മറന്നുപോയി. ഒരു നല്ല പുസ്തകം ഇറങ്ങിയിരുന്നു. അതിനകത്ത് അദ്ദേഹത്തിന് അത് കഴിഞ്ഞൊരു ബുക്ക് ഇറങ്ങി. അപ്പോൾ ചില നേരങ്ങളിൽ നല്ലൊരു ബുക്കാണ്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ്, അനുഭവവും സിനിമാ അനുഭവങ്ങളെക്കുറിച്ച് അപ്പോൾ ഞാനത് വായിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം സത്യജിത് റായുടെ ഒരു സിനിമയുണ്ട്, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ജീവിതം എല്ലാം പറയുന്ന ഒരു സിനിമയുണ്ട്. അത് നോക്കുകയും അന്നേരമാണ് അതിൻ്റെ ആഴം, എഴുതിയതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുന്നത്. ആ പാട്ട് റെക്കോർഡ് ചെയ്തതിൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാകുന്നത്, ആ പാട്ട് റെക്കോർഡിങ് ആ സിനിമ എങ്ങനെ മാറ്റിയെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ യൂട്യൂബ് വീഡിയോ കാണുമ്പോഴാണ്. അത് നമ്മുടെ അനുഭവത്തെ മാറ്റുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്കതിന് സാധ്യമാക്കിയത് ഇന്നത്തെ സാങ്കേതികവിദ്യയാണ്. അതെ, ഈ സംഗീതാനുഭവം അതായത് വിനോയ് തോമസുമായിട്ടുള്ളൊരു സംഭാഷണത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സംഗീതാനുഭവമേ ഉണ്ടായിരുന്നില്ല. വിനോയും അത് അഗ്രി ചെയ്യുന്നു, ഹരീഷും അത് അഗ്രി ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ കണ്ണോക്കുപാട്ടുകൾ എന്ന് പറയുന്ന ഈ പാട്ടുകളുടെ ഒരു റിതം, അതിൻ്റെ താളം, അതിൽ പറയുന്ന കഥകൾ, ഒരു വംശാവലി മൊത്തത്തിൽ പറയുന്നു, ഒരാളുടെ ജീവിതത്തിന് മൊത്തത്തിൽ ഒരു ഗ്രാമം ആ ഒരു മൊമെൻറ്റിൽ അടയാളപ്പെടുത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പല റിതങ്ങൾ, താളങ്ങൾ നഗരത്തിലാണ്
ഇപ്പോൾ 1318 പോലുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത് നിങ്ങൾ എറണാകുളത്തേക്ക് വണ്ടി കയറുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു കാലം ഈ സംഗീതം, അതിൻ്റെ താളബോധം, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ ഇപ്പോൾ കണ്ണോക്ക് പാട്ടിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ചോരയിലുള്ള കാര്യമാണത്. നമ്മൾ ജനിച്ചപ്പോൾ മുതൽ വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഞ്ചത്തടിച്ച് കരയുന്ന കാണുന്നത് അതൊരു താളമുണ്ട്. ആ ഒരു ഒപ്പാരി, തമിഴ്നാട്ടിലെ ഒപ്പാരി പോലെയുള്ള അത് എന്തോ ഒരു പരട്ടൈ എന്ന് പറഞ്ഞ എന്തൊരു വാദ്യം കൂട്ടിയിട്ടാണ് അത് പാടണമെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ നെഞ്ചത്തടിച്ചാണ് കൂട്ടുന്നത്. പണ്ട് ലത്തീൻ കത്തോലിക്കർക്കിടയിൽ ഈ ശവം എടുക്കുന്ന നേരത്ത്, സംസ്കാരത്തിനായി ശവം എടുക്കുന്ന നേരത്ത് ബാൻഡ് വാദ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഈമായവിലും കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇപ്പോൾ അത് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അത് നേരത്തെ എല്ലായിടത്തും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സംഗീതം ഇവരുടെ ജീവിതമായിട്ട് ഇഴചേർന്ന് കിടക്കുന്നതാണത്. അത് പ്രത്യേകിച്ചും ഈ ഒപ്പാരി, ഇപ്പോൾ മറ്റേ ഇങ്ങനെ അടുത്ത് തമിഴ് ദളിത് സംവിധായകനുണ്ടല്ലോ പാരഞ്ജിത്ത്, അദ്ദേഹം ഈ ഒപ്പാരി സംഗീതത്തിൻ്റെ ഒരു മത്സരം തന്നെ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്, ചെന്നൈയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെയൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് വളരെ ജൈവികമായ സംഗീതമാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പോൾ എറണാകുളം ടൗണിലാണെങ്കിൽ ഈ നമുക്ക് 1380 ആണ് എൻ്റെ അനുഭവത്തിൽ. അതിന് മുമ്പ് ഒരു ബാൻഡ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ 1380 ആണ് എലോയ് ഐസക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഇവരൊക്കെ ആദ്യകാലത്ത് അവിടുത്തെ ഈ കബാരയ്ക്കൊക്കെ ഈ ഗിറ്റാർ വായിച്ചിരുന്ന ആളുകളാണ്. ഹോട്ടലിലെ സിംഗേഴ്സായിരുന്നു അവർ. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു ബാൻഡ് ഉണ്ടാകുന്നത്. കാരണം നമുക്ക് ആ കൾച്ചറില്ലല്ലോ, ഒരു വെസ്റ്റേൺ മ്യൂസിക് കൾച്ചർ അതിന് ശേഷമാണ് ഉണ്ടായി വരുന്നത്. ഇപ്പോൾ വളരെ സജീവമാണ്. ഇപ്പോൾ ഒരുപാട് ബാൻഡുകളും റാപ്പേഴ്സൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് വളരെ ശക്തമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡിജിറ്റൽ ഇൻവേഷൻ വന്നതിന് ശേഷം എല്ലായിടത്തെയും, കേരളം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വില്ലേജായിട്ട് മാറിക്കഴിഞ്ഞു. ഇവിടെ എറണാകുളത്തുണ്ടാകുന്നത് തന്നെ ഏത് മുക്കിലും മൂലയിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ സംഗീതമൊക്കെ എല്ലായിടത്തും അങ്ങനെ അത്ര വ്യാപകമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അത്യാവശ്യം സംഗീതം ആസ്വദിക്കാറുള്ള ആളാണ്. ഇപ്പം കർണാടിക് ആണെങ്കിലും വെസ്റ്റേൺ മ്യൂസിക് ആണെങ്കിലും ഹിന്ദുസ്ഥാനിയൊക്കെ അത്യാവശ്യം ആസ്വദിക്കാറുള്ള ആളാണ്. പക്ഷേ സംഗീത അനുഭവത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, അതൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ അതിനുള്ള സാഹചര്യമില്ലായിരുന്നു. നമുക്ക് ആകപ്പാടെ റേഡിയോയിൽ കേൾക്കുന്ന കുറച്ച് സിനിമാ പാട്ടുകൾ ആസ്വദിക്കാനുള്ള സാഹചര്യം ഉള്ളായിരുന്നു. നമ്മൾ നാഗരിക ജീവിതം ജീവിച്ച ആളല്ല ചെറുപ്പത്തിൽ. അതിനെക്കുറിച്ചാണ് അന്ന് പറഞ്ഞത്. നാഗരിക ജീവിതം ജീവിക്കുന്നവർക്ക് ഇപ്പോൾ മാത്യുസേട്ടൻ കുറച്ചുകൂടെ നഗരത്തിൽ ജീവിച്ച ആളാണ്. അതാണ് 1380 ചെറുപ്പത്തിൽ കേൾക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് എറണാകുളത്ത് ജീവിച്ചുകൊണ്ടാണ്. നേരെ മറിച്ച് കോട്ടയത്ത് ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന എനിക്ക് അത് കേൾക്കാനുള്ള യാതൊരു സാഹചര്യമില്ല. എനിക്ക് ആകപ്പാടെ കുറച്ച് റേഡിയോയിൽ കൂടി വരുന്ന കുറച്ച് സിനിമാ പാട്ടുകൾ കൂടി സംഗീതം ആസ്വദിക്കാൻ എനിക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പിൽക്കാലത്ത് എറണാകുളത്ത് വരുമ്പോൾ നമ്മുടെ പ്രായത്തിലുള്ള എറണാകുളത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാർ നമ്മളെക്കാൾ ഒരുപാട് മുന്നിലാണ് ചില കാര്യങ്ങളിൽ. ഉദാഹരണത്തിന് സിനിമയുടെ കാര്യത്തിൽ അവർ നമ്മളെക്കാൾ വളരെ മുന്നിലാണ്. അവർ ചെറുപ്പത്തിലെ സിനിമയെ വളരെ അടുത്തറിയാം. അവർക്ക് സംഗീതത്തിൻ്റെ കാര്യത്തിൽ അവർ നമ്മളെക്കാൾ വളരെ മുന്നിലാണ്. പക്ഷേ വായനയുടെ കാര്യത്തിൽ ചിലപ്പോൾ നമ്മളെക്കാളും പുറകിലായിരിക്കും അവർ ചില കാര്യങ്ങളിൽ. ഇപ്പോൾ ഗ്രാമീണ വായനശാല നമ്മളെടുത്ത് വായിച്ച അത്രയും പുസ്തകങ്ങൾ അവർ വായിച്ചിട്ടില്ലായിരിക്കും. പക്ഷേ അവർ വായിച്ച അത്ര ഇംഗ്ലീഷ് പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ സാഹചര്യമില്ലായിരിക്കും. പിന്നെ ആയിരിക്കും നമ്മൾ അതിലേക്ക് വരുന്നത്. അത് എത്താനുള്ള സംഗീതത്തിലേക്ക് എത്താനുള്ള താമസത്തെക്കുറിച്ചാണ് പറയുന്നത്. നല്ല മ്യൂസിക്കൊക്കെ പിൽക്കാലത്ത് കേട്ട് തുടങ്ങുന്നത് യൂട്യൂബ് വന്നതിന് ശേഷവും നഗരത്തിലെത്തിയതിന് ശേഷവും അതുപോലെ സുഹൃത്തുക്കളുണ്ടായതിനു ശേഷവുമാണ്. അപ്പോൾ അതൊക്കെ എല്ലാം നമ്മുടെ അനുശീലനമാണല്ലോ. ഇപ്പം നല്ല കൃതികൾ അനുശീലിച്ച് വായിച്ച് അതിൻ്റെ അനുശീലനം കിട്ടിയാൽ മാത്രമേ കൂടുതൽ നല്ല കൃതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല മ്യൂസിക് കേട്ടുള്ള അനുശീലനം ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ നല്ല മ്യൂസിക്കിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിന് സാധിച്ചത് പിൽക്കാലത്താണ് എന്നാണ് അതിൽ കൂടെ പറഞ്ഞത്. ഒറ്റ ചോദ്യം കൂടി ചോദിച്ചത് നമുക്ക് ഓഡിയൻസിലേക്ക് പോകാം, മറ്റൊരു ചർച്ചയിലേക്ക് പോകാം. അതായത് പുതിയ എഴുത്തുകാരെ നിങ്ങൾ കാര്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പൊതുവെ. അതായത് നിങ്ങളൊരു ഫീൽഡിൽ നിൽക്കുന്നു, അപ്പോൾ നവാഗതരായിട്ടുള്ള പല പ്രതിഭകൾ പലരും വരുന്നു. അപ്പോൾ ഞാൻ 1-2 സൂചനകൾ, ഇപ്പോൾ സലീം ഷെരീഫിനെ കുറിച്ചൊക്കെ ഹരീഷ് കാര്യമായിട്ട് പറയുന്നുണ്ട്. PF മാത്യൂസ് ആകട്ടെ, ഇപ്പോൾ അരുൺ ബാബു ആൻഡോൻ്റെ ഉദാപ്ലുത സത്വങ്ങൾ പോലുള്ള ടെക്സ്റ്റിനൊക്കെ കാര്യമായിട്ട് വിഷ്ണുപ്രസാദ് മത്യാസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എഴുത്തുകളുടെ അത് നിങ്ങൾ രണ്ടുപേരും അതിനെക്കുറിച്ച് പൊതുവായി പറയുന്നൊരു കാര്യം, ഇത് കാര്യമായിട്ടുള്ള മുഴക്കം സൃഷ്ടിക്കുന്നില്ല എന്നാണ് പൊതുവായിട്ട് പറയാം. അതായത് കാര്യമായിട്ടുള്ള ഒച്ച കേൾപ്പിക്കാതെ എന്നാൽ ഗൗരവമായിട്ടുള്ളൊരു എഴുത്തിൻ്റെ ഒരു കൾച്ചർ അത് പിന്തുടരുന്നുമുണ്ട്. അപ്പോൾ അതിനൊന്ന് ചുരുക്കി പറയാം, എന്താണ് ഈ കാര്യമായിട്ടുള്ള ഒച്ച കേൾപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാത്രമല്ല ഈ ടെക്സ്റ്റുകളുടെ അല്ലെങ്കിൽ പുതിയ മറ്റ് എഴുത്തുകാരെ ആരൊക്കെയാണ് നിങ്ങൾ കാണുന്നത്, ഒരു ഫ്യൂച്ചർ മലയാളം എഴുത്ത് എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണുന്നത് എന്തൊക്കെയാണ്?
ഈ ഒച്ച കേൾപ്പിക്കുന്ന എഴുത്ത് മലയാളത്തിൽ ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് ഇറങ്ങിയ പല നോവലുകളും വലിയ ബഹളങ്ങളോടും ഒച്ചയോടും കൂടിയാണ് വരുന്നത്. പക്ഷേ നമ്മളൊരു സാഹിത്യ ആസ്വാദകൻ എന്നുള്ള രീതിയിൽ വായിച്ചു നോക്കുമ്പോൾ നമ്മളിൽ ഒന്നും അത് സൃഷ്ടിക്കുന്നില്ല, ഒരു മാറ്റവും നമ്മൾ സൃഷ്ടിക്കുന്നില്ല, നമ്മുടെ ആസ്വാദനത്തെ ഒരു ശകലം പോലും തൃപ്തിപ്പെടുത്തുന്നില്ല. അതേസമയം ഒച്ച കേൾപ്പിക്കാതെ വരുന്ന എന്ന് പറഞ്ഞാൽ വലിയ ബഹളങ്ങളില്ലാതെ വരുന്ന ഒരുപാട് കഥകൾ, ഇപ്പോൾ മുമ്പേ പറഞ്ഞ സലീം ഷെരീഫിൻ്റെ കഥ, ചെറുപ്പ ഷാനോജിൻ്റെ ഒരു കഥ, ശ്യാമകൃഷ്ണൻ എഴുതുന്നൊരു കഥ, അങ്ങനെ ചിലരുടെ കഥകൾ അവർ വളരെ നിശബ്ദമായിട്ടായിരിക്കും ആ കഥകൾ വായനക്കാർക്കിടയിൽ സഞ്ചരിക്കുന്നത്. അത് വലിയ ബഹളത്തോടെ അല്ലായിരിക്കും ആ കഥകൾ വരുന്നത്. ചില നോവലുകൾ വരുന്നത് ഒട്ടും ബഹളത്തോടെ ആയിരിക്കില്ല. ഇപ്പോൾ മനോഹരൻ പേരകത്തിലെ കയറ്റങ്ങളുടെ 3 ദശാബ്ദങ്ങൾ എന്ന് പറയുന്ന നോവൽ എനിക്ക് വായിച്ച് ഇഷ്ടപ്പെട്ട നോവലാണ്. പക്ഷേ അതിവിടെ ആരും കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. മുമ്പേ പറഞ്ഞ ഉദാപ്രോത സത്വങ്ങൾ മാത്യുസേട്ടൻ പറഞ്ഞു, അത് ഇവിടെ ആരും കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. വലിയ ബഹളങ്ങളോടെ ആരവങ്ങളോടെ വന്നതല്ല. ഒരു പണ്ട് ആ വേണുസിന് നമ്മുടെ ക്യാമറമാൻ വേണു തന്നെ അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം ബോംബെയിൽ ഒരു തവണ എയർപോർട്ടിൽ ഭരത് ഗോപിയെ സ്വീകരിക്കാൻ പോയി നിൽക്കുന്നു. അന്ന് പുള്ളി ഭരത് ആയിട്ടില്ല, സിനിമയുടെ ഗോപിയെ സ്വീകരിക്കാൻ. അപ്പം പുള്ളി ഇങ്ങനെ നടന്നു വരുന്നു, ധർമ്മേന്ദ്രൻ നടന്നു വരുന്നു. ധർമ്മേന്ദ്ര വലിയ ബഹളങ്ങളോടുകൂടി ആരവത്തോടെ നടന്നു വരുന്നു. ഗോപി തന്നെ നടന്നു വരുന്നുണ്ട്, ഗോപി ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ പുള്ളി പറയുന്നു, ഇന്ത്യയിലെ ഏറ്റവും മോശം നടനും ഏറ്റവും നല്ല നടനും ഒരേ സമയം നടന്നു വരുന്നു പറയുന്നു. അപ്പം ഏറ്റവും മോശം നടൻ വലിയ ബഹളങ്ങളോട് വരുന്നു, ഏറ്റവും നല്ല നടൻ ഒരാരവും ഇല്ലാതെ നടന്നു വരുന്നു. അതുതന്നെയാണ് എഴുത്തിൽ സംഭവിക്കുന്നത്. നല്ല എഴുത്ത് യാതൊരു ആരവും ഇല്ലാതെ പതുക്കെ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം അത് പലപ്പോഴും നല്ല വായനക്കാരും ശ്രദ്ധിക്കാതെ വിടുന്നു ഈ ബഹളങ്ങൾക്കിടയിൽ എന്നൊരു വിഷമം നമുക്കുണ്ട്. കാരണം നല്ല വായനക്കാരും നല്ല നിരൂപകരും അതിനെ തിരിച്ചറിയേണ്ടവരാണ്, അതിനെ മുന്നോട്ട് കൊണ്ടുവരേണ്ടവരാണ്. പക്ഷേ പലപ്പോഴും നല്ല നിരൂപകരെന്ന് അവകാശപ്പെടുന്നവർ പലരും ഈ ബഹളം ഉണ്ടാക്കുന്ന കൃതികളുടെ പുറകെ പോവുകയും നല്ല കൃതികൾ മാറി നിൽക്കപ്പെടുകയും ചെയ്യുന്നു. അതിനൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ നല്ല എഴുത്തുകാർ, നല്ല കൃതികൾ എഴുതുന്ന എഴുത്തുകാർ അവരുടെ എഴുത്തിന് ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ക്രമേണ പുറകോട്ട് മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ സാഹിത്യത്തിൽ തന്നെ അത് പുറകോട്ടടിക്കാൻ സാധ്യതയുണ്ട്. അതിന് ഉദാഹരണം ഞാൻ പറയുന്ന മാത്യുസേറിൻ്റെ ചാവുനിലം ആ സമയത്ത് വായനക്കാരെ ഏറ്റെടുത്തിരുന്നെങ്കിൽ മാത്യുസേറൻ ചിലപ്പോൾ അതിനിടയ്ക്ക് 2-3 നല്ല നോവൽ എഴുതി പോയെന്ന് ഞാൻ കരുതുന്നുണ്ട്. അതുകൊണ്ടല്ല, പേഴ്സണൽ കാര്യം കൊണ്ട് പറ്റിയതാണ്. പക്ഷേ ഈ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല വായനക്കാരെ, നല്ല നിരൂപകരൊക്കെ ഇങ്ങനെ വരുന്ന കൃതികളെ ഏറ്റെടുക്കണം, വായനക്കാരിലേക്ക് എത്തിക്കണം. അത് നല്ല കൃതികൾ ഉണ്ടാകാൻ സഹായിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. സത്യങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, അത് പല പ്രസാധകർക്കും അയച്ചു കൊടുത്തിട്ട് നിരസിക്കപ്പെട്ട നോവലാണത്. ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആരുടെയെങ്കിലും റെക്കമെൻഡേഷൻ ഇല്ലാതെ നല്ലൊരു കൃതി ഇപ്പോൾ അച്ചടിച്ച് വരുന്നില്ല എന്നുള്ളതാണ്, ലൈം ലൈറ്റിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ മാതിരി ബഹളം വെച്ചാൽ മാത്രമേ, സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടായാൽ മാത്രമേ ഒരു എഴുത്തുകാരന് മുന്നിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അതായത് നമ്മുടെ 70-80 കാലഘട്ടങ്ങളിൽ എഴുതിയിരുന്നവർക്ക് അവരുടേതായ നിരൂപകർ പോലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനൊരു സാഹചര്യമേ ഇല്ല. ഇപ്പോൾ മത്യാസ് എന്നൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നുവെന്ന് കവി വിഷ്ണുപ്രസാദ് ഒരിക്കൽ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്കത് തരണം, വായിക്കണം എന്ന് പറഞ്ഞു. അത് ആദ്യത്തെ കോപ്പി തന്നെ അദ്ദേഹം എനിക്ക് കൊണ്ടുവന്നു തന്നു. ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ വളരെ അത്ഭുതത്തോടെയാണ് അത് വായിച്ചത്. ഇങ്ങനൊരു നോവൽ മലയാളത്തിലുണ്ടായോ എന്നുള്ളൊരു അത്ഭുതത്തോടെയാണ് വായിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് ആകെയുള്ളൊരു മീഡിയ ആണ് ഫേസ്ബുക്ക്. അത് അത്യാവശ്യം പേര് കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. അതങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അത് ചെയ്തു. അതിൻ്റേതായ ഫലമുണ്ടായി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഹരീഷും അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു പുതിയ എഴുത്തുകാരെ കണ്ടു കഴിഞ്ഞാൽ സ്പാർക്കുള്ള, ഞാൻ പറഞ്ഞാൽ എന്തും നല്ലതാണെന്ന് പറയുക എന്നുള്ള, ഒരു പുതിയ എഴുതുന്ന എല്ലാം നല്ലതാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല നമുക്കത്. അതിപ്പോൾ ഈ കുറേ കാലത്തിനിടയിൽ ഞാൻ കണ്ട ഈ 2 കൃതികളാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ അങ്ങനെയുള്ളവരെ അവരൊച്ച ഉണ്ടാക്കില്ല. അപ്പോൾ ഹരീഷ് പറഞ്ഞ നല്ല ഉദാഹരണമാണത്. ധർമ്മേന്ദ്രയും ഭരത് ഗോപിയും നടന്നു വരുന്നത് പോലെ തന്നെയുള്ള ഒരു ഉദാഹരണമാണത്. നല്ല ഇപ്പോൾ എന്തൊരാഘോഷമാണ് നമ്മളുടെ എല്ലാ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലും. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ചേതൻ ഭഗത് ഇഫക്റ്റുള്ള എഴുത്തുകാരെ തന്നെയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാർ വന്ന് വാങ്ങിക്കുന്ന അവരുടെ കൃതികൾ തന്നെയാണ്. എല്ലാ കടകളിലും അട്ടിയായിട്ട് വെച്ചിരിക്കുന്ന അവരുടെ കൃതികളാണ്. അപ്പോൾ ഇത് ഒരു ബിസിനസ് എന്നുള്ള നിലയിൽ ഇത് ഓക്കെയാണ്. കൽപ്പറ്റ നാരായണൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഒരു കച്ചവട സംരംഭമാണത്. അത് കുഴപ്പമില്ല, അതും വേണമല്ലോ, പ്രസാധകന് ജീവിക്കണമല്ലോ. പക്ഷേ ഇതുപോലെ ഈ യുദാപ്ലു സത്വങ്ങൾ എഴുതിയ അരുൺ 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ആ നോവൽ എഴുതുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനൊരു നോവൽ ഞാൻ എഴുതിയിട്ടുണ്ടൊന്ന് വായിക്കുമോ നമ്മളുടെ മെസ്സേജ് അയക്കുമ്പോൾ അയാൾക്ക് 23 വയസ്സേ ഉള്ളൂ. ഒരിക്കലും ഈ 23 വയസ്സുകാരൻ്റെ എഴുത്തുമല്ല അത്.
അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തിയത്. അതുപോലെ തന്നെ മെത്തയസും അങ്ങനെ ഉള്ള കൃതികൾ വന്നാൽ തീർച്ചയായിട്ടും നമ്മളത് എങ്ങനെയെങ്കിലും ആരോടെങ്കിലും, ഞാൻ ഒരുപാട് പേരെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുകയും വായിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഹരീഷും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ തലമുറയിലൊന്നും അങ്ങനെ മുൻ തലമുറ ചെയ്യില്ലായിരുന്നു. അത് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് അവരുടെ എന്താ പറയുന്ന ഒരു 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 കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിന്നാലെ വരുന്നവരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്, അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നാലെ വരുന്നവരാരാണെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, സജീവമായിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. കഥാമനുഷ്യരും കഥയിലെ മനുഷ്യരും ഇങ്ങനെ ഈ പ്രമേയത്തിലേക്ക് കാര്യമായിട്ടൊന്നും തട്ടാതെ, എന്നാൽ ആവർത്തനവിരസത ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ അനുഭവപ്പെട്ടു. കാരണം ഇവരുടെ മൊത്തം കണ്ടന്റുകൾ പരിശോധിച്ച ഒരാളെന്നുള്ള നിലയിൽ എനിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെയുള്ളൊരു ചർച്ചയിലേക്ക് കടക്കാം. ഇപ്പോൾ ചോദ്യം അല്ലെങ്കിൽ മറുപടികൾ, പ്രതിഷേധങ്ങൾ, വിമർശനങ്ങൾ ഇതെല്ലാം പറയേണ്ടവർക്കോ വേറെ ഇതിൽ കാര്യമായിട്ട് പരിചരണം കിട്ടാതെ പോയി. ഇപ്പോൾ ഒരു തന്നെ സിനിമ, ഞാൻ മനഃപൂർവ്വം തന്നെ ആ ഒരു ചർച്ചയിലേക്ക് കടക്കാഞ്ഞതാണ്. കുറേ കൂടി പോപ്പുലാരിറ്റി ഉള്ളൊരു മീഡിയം എന്നുള്ള നിലയ്ക്ക് അതിലേക്കാണ് എല്ലാവർക്കും ശ്രദ്ധ പോവുക. സിനിമ, അപ്പോൾ തിരക്കഥ രചന, അതിൻ്റെ സംഘർഷങ്ങൾ, കൂട്ടായ ഉത്തരവാദിത്തങ്ങൾ, ഇത്തരം കാര്യങ്ങളിലേക്ക് മനഃപൂർവ്വം തന്നെയാണ് ചർച്ച കൊണ്ടുപോകാഞ്ഞത്. അപ്പോൾ ആ ഒരു ചർച്ചയിലേക്ക് കടക്കേണ്ടവർക്കും ഈ ഒരു സമയം ഉപയോഗപ്പെടുത്താം. ഞാൻ എസ് ഹരീഷ് സാറിനോടാണ് ചോദിക്കാനുള്ളത്. രണ്ടുപേരും പറയുന്ന സമയത്ത് റിയലിസ്റ്റിക് ഭാവനം, റിയലിസം എന്ന് പറയുന്ന ഒന്ന് ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് സംസാരിച്ച് വന്നത്. തുടക്കത്തിൽ പറയുകയും ചെയ്തു. പക്ഷേ മീശയെ പോലെയുള്ള ഒരു നോവലായിക്കോട്ടെ, വളരെ മലയാളികൾ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അത് സമൂഹത്തിൽ റിയലിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നടക്കുന്ന സംഭവം യാഥാർത്ഥ്യമായതുകൊണ്ടാണ് അതിനെ ഏറ്റെടുക്കുന്നത് മനുഷ്യർ. അത് ചർച്ചയ്ക്ക് പ്രശ്നമാകുകയും ചെയ്യുന്നത് അത് റിയലിസ്റ്റിക് ആയതുകൊണ്ടാണ്. എനിക്ക് റിയലിസ്റ്റിക് അല്ല എന്ന് പറയുന്നതോട് കൂടിയിട്ടുണ്ടാവുന്ന, അതായത് പലതരത്തിൽ പല സ്വത്വങ്ങളെ വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുള്ളൊരു ഭൂമിയാണിത്. മീൻസ് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരുള്ളൊരു ഭൂമിയാണ്. എന്തെങ്കിലും സ്വത്വങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്യൂറായിട്ടുള്ള മനുഷ്യരുടെ സ്വത്വങ്ങളുണ്ട്. അവരൊക്കെ അവരുടെ ജീവിതാനുഭവങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് റിയലിസ്റ്റിക് അല്ല എന്ന് പറയുന്നൊരു ആർഗ്യുമെൻറ്റിലേക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടുള്ള എനിക്കൊരു പ്രയാസം, അതിനെക്കുറിച്ച് പറയാമോ? നമ്മൾ പറഞ്ഞത് വർക്ക് ഓഫ് ആർട്ട് എന്നുള്ള തലത്തിലാണ് പറഞ്ഞത്. ഇപ്പോൾ മീശ എന്ന് പറഞ്ഞ നോവല് എന്തുമാത്രം റിയലിസ്റ്റിക് ആണെന്ന് എനിക്കറിയാം. അത്ര റിയലിസ്റ്റിക് അല്ലത്. അത് വായനക്കാരും അങ്ങനെ ധരിച്ചിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നത്. അതിനകത്ത് യഥാർത്ഥത്തിൽ നടന്ന ചില സംഭവങ്ങളുടെ ഫിക്ഷനിലുള്ള ആവിഷ്കാരം അതിനകത്തുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. ജാതി പ്രശ്നങ്ങളുടെ ആവിഷ്കാരമുണ്ട്, തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ട്. അപ്പം അത്തരം പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം, അത്തരം കാര്യങ്ങൾ ഇല്ല എന്നല്ല അതിനർത്ഥം. അപ്പം സ്വത്വം തേടുന്ന സമൂഹങ്ങളുടെ പ്രശ്നമില്ല എന്നുള്ളതല്ല അതിനർത്ഥം. ഒരു ആർട്ട് എന്ന് പറയുന്ന കാര്യത്തിൽ വരുമ്പോൾ അതിന് മാറ്റങ്ങൾ വരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ആ പ്രശ്നങ്ങൾ സമൂഹത്തിൽ അവശേഷിക്കുന്നില്ലെന്നോ അതില്ലാതിരിക്കുന്നുള്ളതോ ഒരു അർത്ഥമേ അതിനില്ല. ആർട്ടിൽ കൂടെ ഒരു കാര്യം വരുമ്പോൾ അത് വേറെ തരത്തിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് എന്ന് മാത്രമാണ് ആ പറഞ്ഞത്. ഇപ്പോൾ ഒരു നാടകത്തിലായാലും അങ്ങനെയാണ്. അത് യഥാർത്ഥ രൂപം എന്നൊരു രൂപമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ആർട്ടിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ എന്ന് തന്നെയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു പ്രസംഗവേദിയിൽ നിന്ന് ഒരാൾ സംസാരിക്കുമ്പോൾ സാധാരണമായ സംസാരത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസം അവരുടെ പ്രസംഗത്തിനോ ടോണിനും രീതികൾക്കും എല്ലാം വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു കഥയുടെ തലത്തിലോ നോവലിൻ്റെ തലത്തിലോ കവിതയുടെ കാര്യത്തിലോ വരുമ്പോഴത്തേക്കും അത് ഒരു ആർട്ടിൻ്റെ രൂപത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ, ജീവിതം എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വരും എന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ അതിനെ റദ്ദ് ചെയ്യുകയല്ല ചെയ്യുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് രണ്ടുപേരോടായിട്ടാണ്. രണ്ടുപേരുടെയും കഥകൾ
പിന്നീട് തിരക്കഥയായി സിനിമയായി നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ഘട്ടത്തിൽ നമ്മളൊരു വായനക്കാരൻ എന്ന രീതിയിൽ നമ്മളൊരു കഥ വായിക്കുമ്പോൾ ആ വായനക്കാരന് കിട്ടുന്ന ഒരു ലിബേർട്ടി ഉണ്ട്. ഒരു എഴുത്തുകാരൻ എഴുതി വെച്ചതിനെ തൻ്റെ യുക്തിക്കും തൻ്റെ ശേഷിക്കും അനുസരിച്ച് ചിന്തിക്കാനുള്ള ഒരു ശേഷി, ആ ഒരു ലിബേർട്ടി, ആ ഒരു സ്വാതന്ത്ര്യം. പക്ഷെ ഒരു സിനിമയുടെ ദൃശ്യഭാഷയിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി പാക്ഡ് ആണ്, കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടൊരു കാഴ്ചയിലേക്ക് അത് ചുരുങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മളത് നിരാശപ്പെടുത്തുന്നുണ്ടോ? അതായത് നമ്മളുടെ ഈ ഒരു ലിബേർട്ടി, ഒരു വായനക്കാരൻ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം ചിലപ്പോൾ നമ്മൾ എഴുതി വെച്ചതിനപ്പുറത്തേക്കുള്ള പുനർവായനകൾ ഉണ്ടാകുന്നുണ്ട്. അതിനെയൊക്കെ പരിമിതപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ ദൃശ്യഭാഷയിലേക്ക് കുറച്ചുകൂടി പാക്ഡ് ആയിട്ടുള്ള സിനിമയുടെ തിരക്കഥാ രൂപത്തിലേക്ക് എത്തുമ്പോൾ അത് നമ്മുടെ ഏതെങ്കിലും രീതിയിലൊന്ന് നിരാശപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമായിട്ട് ചോദിക്കും. ഇതിനുള്ള ഉത്തരം വളരെ വർഷങ്ങൾക്ക് മുമ്പ് മാർക്വേസ് പറഞ്ഞിട്ടുണ്ടല്ലോ. 100 Years of Solitude സിനിമയാക്കാൻ ചോദിച്ചപ്പോൾ ഈ ലോകത്തിലെ പല രാജ്യങ്ങളിലുള്ള പലരും ജോസ് ആർക്കേഡിയോ ബോണ്ടിയെ അവരുടെ രാജ്യത്തുള്ള ഒരു ജപ്പാൻകാരനായിട്ട് തന്നെയായിരിക്കും കാണുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സങ്കല്പമുണ്ട്, അവരുടെ ഭാവനയുണ്ട്. ആ ഭാവന കൃത്യമായ ഒരാളിലേക്ക് വരുമ്പോൾ ആൻ്റണി ക്വീൻ എന്ന് പറഞ്ഞൊരു നടനിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ അതില്ലാതായിത്തീരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണത്. ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം കുറേ കാലം ശ്യാമപ്രസാദ് സിനിമയാക്കണം എന്ന് വിചാരിച്ച് നടന്നിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, രവിയുടെ സ്ഥാനത്ത് മമ്മൂട്ടിയുടെ മുഖം വന്നാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? നമ്മുടെ മനസ്സിൽ എത്രയോ മുഖങ്ങളാണ് ഉള്ളത്. ആ പ്രശ്നം എല്ലാ കാലത്തും ഉണ്ട്. മാത്രമല്ല സിനിമയും സാഹിത്യവും തമ്മിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ്. അതായത് രണ്ട് ശാഖകളാണ്, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണത്. അത് ഒരു സിനിമയ്ക്ക് ഒരു നോവല് സാഹിത്യകൃതി അത്യാവശ്യമേ അല്ല. ഇപ്പോൾ ഒരു സാഹിത്യകൃതി എടുക്കുകയാണെങ്കിൽ തന്നെ അതിനകത്തുള്ള ഒരു നിമിഷം എടുത്താൽ മതി, സിനിമയ്ക്ക് ധാരാളം മതിയാവും. അപ്പോൾ ഈ അൺബെയറബിൾ ലൈറ്റ്നസ് ഓഫ് ബീയിങ് എന്ന് പറഞ്ഞ മിലാൻ കുന്ദേരയുടെ നോവൽ സിനിമയായിട്ട് എടുത്തിട്ടുണ്ട്. അത് വളരെ ദയനീയമാണത്. പക്ഷെ നോവൽ എന്നുള്ള നിലയിൽ നോവൽ സങ്കല്പങ്ങളെ തന്നെ ബ്രേക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പ്രൂസ്റ്റിൻ്റെ ഇൻ സെർച്ച് ഓഫ് ലോസ്റ്റ് ടൈം പലരും പല കഷ്ണങ്ങളായിട്ട് സിനിമ എടുത്തിട്ടുണ്ട്. ഒന്നും നല്ലതല്ല. പക്ഷേ ഒരു ഡയറക്ടറുണ്ട്, ഒരു ഏജ് ഓൾഡ് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ മറന്നുപോയി, അദ്ദേഹം എടുത്തിട്ടുണ്ട്. അത് ആ നോവലുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വളരെ കുറച്ച് ബന്ധമുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് അതൊരു ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ മാത്രമാണ് സാഹിത്യകൃതി. അല്ലാണ്ട് അത് സിനിമയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ അത് വളരെ മോശവുമായിരിക്കും. അത് പലപ്പോഴും സാഹിത്യത്തെ, ചില നല്ല സാഹിത്യത്തിലെ വർക്കുകളെ സിനിമ തളർത്തിക്കളയുന്നത് പലപ്പോഴും കാണാനിടയായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം അത് ആ സിനിമയുടെ കുഴപ്പമൊന്നുമല്ല, എന്താണോ മനുഷ്യർ ദൃശ്യത്തെ കൂടുതൽ മനസ്സിൽ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. ഉദാഹരണത്തിന് പാലേരിമാണിക്യം എന്ന് പറഞ്ഞ നോവല് മലയാളത്തിലെ ഒരു 2000-ന് ശേഷം ഉണ്ടായ നല്ല നോവലുകൾ ഒന്നായിട്ടാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതിന്ന് തീരെ വായിക്കപ്പെടുന്നില്ല, ആരും അതിനെക്കുറിച്ച് പറയുന്നു പോലും ചെയ്യുന്നില്ല. അതിന് കാരണം ആ സിനിമയാണ്. ഇപ്പം നമ്മൾ ആലോചിക്കുമ്പം ആ സിനിമ മാത്രമേ നമ്മുടെ മനസ്സിൽ വരുന്നുള്ളൂ. മമ്മൂട്ടിയുടെ മുഖം വരുന്നു, ആ സിനിമ വരുന്നു, അതേ നമ്മുടെ ഉള്ളിലുള്ളൂ. പക്ഷേ ആ നല്ല നോവലിനെ നമ്മൾ മറക്കാൻ പോലും ഒരു കാരണം ഒരു പക്ഷേ ഈ സിനിമയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. ആ സംവിധായകനെ കുഴപ്പമൊന്നും പറയുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഈ മുമ്പേ മാത്യുസേട്ടൻ പറഞ്ഞ പോലെ അതിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്നുണ്ട് പലപ്പോഴും. നമ്മുടെ മനസ്സിലുള്ള ചില ഇപ്പോൾ രവി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയോ മോഹൻലാലോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത പോലെ തന്നെ അതിനകത്തെ കഥാപാത്രങ്ങളുടെ സാധ്യതകൾ സിനിമ ഇല്ലാതാക്കി കളഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ മുമ്പേ പറഞ്ഞല്ലോ, ഒരു സാഹിത്യകൃതിയിൽ ഒരു നിമിഷം മതി സിനിമയ്ക്ക്. ഉദാഹരണത്തിന് പഥർപാഞ്ചലി എന്ന് പറയുന്ന വലിയ നോവല്, അത് വിഭൂതിഭൂഷൺ എഴുതിയ വലിയ നോവൽ, മനോഹരമായ നോവലാണ്. അതിനകത്ത് കുറച്ച് ഭാഗങ്ങളെ അദ്ദേഹം സത്യത്ര എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുള്ളൂ. നമുക്കത് കാണും. പക്ഷേ അദ്ദേഹം മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. അതൊരു പക്ഷേ ആ നോവലിൻ്റെ വായനയെ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ചിലതും സംഭവിച്ചിട്ടുണ്ട്. പ്രതിഭകൾ ചെയ്യുമ്പോഴുള്ള വ്യത്യാസമാണ് പറഞ്ഞത്. ഒരു എഴുത്തുകാരന് അവരുടെ കൃതികളെന്ന് പറഞ്ഞാൽ എല്ലാതും ഓമനകൾ തന്നെ ആയിരിക്കും. എന്നാൽ ഏറ്റവും ഇഷ്ടമായത് എന്ന് പറഞ്ഞിട്ടൊരു രചന ഉണ്ടാവുമല്ലോ, അതിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങൾ എങ്ങനെ അവർ രംഗത്തേക്ക് വന്നത് എന്നൊക്കെ ഒന്ന് വിശദീകരിക്കാൻ പറ്റും? രണ്ടുപേരോടും കൂടി തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യത്തിൽ ഉൾക്കൊള്ളിച്ചതുപോലെ അത് പ്രയാസമാണത്. എങ്കിലും
എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി എഴുതിയ ഒരു നോവൽ എന്നുള്ള നിലയിൽ ഈ ചാവുനിലം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നോവലാണത്. അത് ഒരുപക്ഷെ അവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കാം, അറിയില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചാവുനിലം 96-ലാണ് പുസ്തകമാകുന്നത്. 89 എഴുതി, ഒരു 93-94 എഴുതി തീർത്തു. ഇത്രയും സമയമെടുത്തു. എന്നിട്ട് 96 പുസ്തകമായി. പക്ഷെ അതിനേക്കാളൊക്കെ വളരെ മുമ്പ് 80കളിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു വർഷകാലത്ത് എൻ്റെ ഒരു ബന്ധു വളരെ സീരിയസ് ആണ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കിട്ടി. ഞങ്ങൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ മദ്യപാനിയായ ഒരു മനുഷ്യനാണ്. അയാൾ വിഷമെടുത്ത് കഴിച്ചു. അതിക്രൂരമായി കുടുംബാംഗങ്ങളെ ആക്രമിച്ചിരുന്ന ആളാണ്. ഭാര്യയും മക്കളെയൊക്കെ ആക്രമിക്കും. വിഷമെടുത്ത് കഴിച്ചു. അയാൾ മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആശുപത്രി കൊണ്ടുപോയിട്ടു. എല്ലാവരും വിചാരിച്ചതുപോലെ അയാൾ മരിക്കുകയും ചെയ്തു. മരിക്കുന്നതിന് മുമ്പ് അയാൾ ഒരു കാര്യം ചെയ്തിരുന്നു. അയാൾ തനിയെ കുടിച്ചതാണ് വിഷം. അയാൾ എല്ലാ ദിവസവും ഇത്തിരീശ കഴിക്കുമായിരുന്നു, ചെടിക്കടിച്ച് വെച്ച്. പക്ഷേണെങ്കിൽ സൂപ്പർമാനാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ മനുഷ്യൻ മരിച്ചിട്ട് ഡെഡ് ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഞാൻ പറഞ്ഞ സംഭവം നടക്കുന്നത്. ഈ ബോഡി വീട്ടിൽ കൊണ്ടുവന്നു കിടത്തി, വീടിന് മുമ്പിൽ കിടത്തി. എല്ലാവരും നെഞ്ചത്തടിച്ച് കരച്ചിലും പാട്ടും ഒക്കെ തുടങ്ങി. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. മഴ എന്ന് പറഞ്ഞാൽ ഘോരമായ മഴയാണത്. അത് അവിടെ വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. ശവത്തിൻ്റെ അടുത്ത് ആർക്കും നിൽക്കാൻ പറ്റില്ല. അതേപോലെ മഴ പെയ്തു. ആത്മഹത്യ ചെയ്തുകൊണ്ട് പള്ളിയിൽ നിന്ന് അച്ഛൻ വരാനും വൈകി. അദ്ദേഹം താളം ചവിട്ടി, ആത്മഹത്യയല്ലേ, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഈ പുരോഹിതന്മാർക്കെല്ലാം സ്ഥിരമുള്ള സൂക്കേടാണ് അന്നത്തെ കാലത്ത്. എന്നിട്ട് ഒരു 7 മണിയായപ്പോഴേക്കും വന്നു. അപ്പോൾ മരിച്ച പന്തലൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീണു. വല്ലാത്തൊരവസ്ഥയിലെത്തി. ഈമായോയിലേക്ക് ഒരു സിറ്റുവേഷനിലേക്ക് എത്തി കാര്യങ്ങൾ. എന്നിട്ട് ഞങ്ങൾ ഈ ഡെഡ് ബോഡിയും കൊണ്ട് സിമിത്തേരി ചെന്നു. സിമിത്തേരി ചെന്നപ്പോൾ അവിടെയും വെള്ളം കെട്ടി കിടക്കുക. കുഴിച്ചിടാൻ പറ്റാത്ത അവസ്ഥ. എന്താ ചെയ്യുക അന്നത്തെ അവസ്ഥയിൽ? ഫ്രീസറിലൊന്നും വെക്കാൻ പറ്റില്ല. പിന്നെ ഒരു തരത്തിൽ ഒരു ഇത്തിരി പൊങ്ങിയ സ്ഥലത്ത് ഇത് വെട്ടി കുഴിച്ചിട്ട്, അവിടെയും വെള്ളം തന്നെ, 6 അടിയൊന്നും താഴ്ത്തിയില്ല. വെട്ടി കുഴിച്ച് മൂടി അതിനെ. അക്ഷരാർത്ഥത്തിൽ ഒഴിവാക്കി നമ്മൾ പറയില്ലേ, ഒരു മനുഷ്യനെ അങ്ങോട്ട് ഒഴിവാക്കി ജീവിതത്തിൽ നിന്ന്. ഒഴിവാക്കി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ചെങ്കണ്ണ്, മക്കൾക്ക് എല്ലാവർക്കും ചെങ്കണ്ണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിൽ 3-4 പേർക്ക് ചെങ്കണ്ണുണ്ട്, ബന്ധുക്കൾക്കുമുണ്ട്. അത് ശരിക്കും വല്ലാത്തൊരു അത്ഭുതകരമായിട്ട് തോന്നി എനിക്കത്. സത്യം പറഞ്ഞാൽ ആ നിമിഷം മുതൽ എൻ്റെ മനസ്സ് ചാവുനിലം എന്ന് പറഞ്ഞ ഒരു ഫിക്ഷനിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. പിന്നീട് അത് എഴുതുന്നത് 10, 12, 15 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് എഴുതുന്നത്. അപ്പോൾ ഇത് എഴുതുമ്പോൾ ഒരു ഗ്രാമത്തിൽ മുഴുവൻ ചെങ്കണ്ണ് ദീനം പടർന്നു പിടിക്കുന്നതായിട്ടാണ് ഞാൻ എഴുതിയത്. അത് ആക്ച്വലി ഒരു ചെറിയ അളവിൽ എൻ്റെ കൺമുന്നിൽ സംഭവിച്ചൊരു കാര്യമാണ്. അവിടെ നിന്നാണ് ചാവുനിലം ഉണ്ടായി വരുന്നത്. എന്നെ സംബന്ധിച്ച് എഴുത്തിൽ കുറച്ച് ആത്മവിശ്വാസക്കുറവുള്ള ആളാണ് ഞാൻ. അതായത് വളരെ പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് ഒക്കെയാണ് എഴുതാറുള്ളത്. അല്ലാതെ ചിലർ പെട്ടെന്നൊരിപ്പിന് എഴുതുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ തിരിച്ച് എൻ്റെ കൃതികളെ തിരിഞ്ഞ് നിന്ന് നോക്കുമ്പോഴും എനിക്ക് പ്രശ്നം ഉണ്ടാകാറുണ്ട്. എനിക്കത്ര ആത്മവിശ്വാസത്തോടെ എൻ്റെ കൃതികളെ അങ്ങനെ സമീപിക്കാൻ പറ്റാറില്ല. രണ്ടാമത് പ്രസിദ്ധീകരിച്ച ശേഷം വായിച്ചു നോക്കാൻ പറ്റാറില്ല. അത് ചില എഴുത്തുകാർക്കുള്ള പ്രശ്നമാണ്. അതെനിക്ക് ആ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊന്നും അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടതായിട്ട് കരുതാറില്ല. അടുത്ത് എഴുതാൻ പോകുന്നതിനെ പ്രിയപ്പെട്ടതായിട്ട് കരുതാറുള്ളൂ. ഞാൻ കഥകൾ എൻ്റേത് പിൽക്കാലത്ത് ഒന്നും മറിച്ച് നോക്കുമ്പോൾ എനിക്ക് വായിക്കാൻ അല്പമെങ്കിലും എന്താ പറയുക ചളിപ്പില്ലാതിരിക്കുന്നത് എൻ്റെ ഒരു കഥയുണ്ട്. താത്തിത്തകവും തെയ്തവും എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അത് മാത്രമാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. വേറൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. പുതിയത് എഴുതുന്നത് നല്ലതാകണമെന്ന ആഗ്രഹത്തിലാണ് എഴുതി പോവാറ്.
മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ സെഷനിൽ കാര്യമായിട്ട് ഇടപെട്ട് സംസാരിച്ച ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും, എസ് ഹരീഷ് അതുപോലെ PF മാത്യൂസ് എന്നിവർക്കും സർവകലാശാലയുടെ ഭാഗവും ഈ സാഹിതി സംഘാടകരുടെ ഭാഗമായിട്ട് എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ സെഷൻ വൈൻഡപ്പ് ചെയ്തു.